जय राधा माधवा जय कुंज बिहारी जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय यशोदनंदना जय व्रजनरंजना जय यशोदनंदना जय व्रजनरंजना जय यमुनतिरवनचारी जय कुंज बिहारी जय यमुनतिरवनचारी जय कुंज बिहारी जय राधा माधवा जय कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा हरे कृष्ण। ओम नमो भगवते वासुदेवाय। 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 ओम अज्ञानतिमिरान्धस्य कीर्तन। ओम अज्ञानतिमिरान्धस्य चൊല്ലിക്കോ. ഹരേ കൃഷ്ണ. കീർത്തന കേട്ടിരുന്നോ? മ്യൂട്ടാണ്. ഓം अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरून् श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्ता राधा कान्ता नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी वद प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौरभक्तवृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं
यत्कृपातमहं वन्दे परमानन्दमाधवं नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये. ഹരേ കൃഷ്ണ. ഓം തത്സത്. ഗിർഗീർ ഇല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പൊ നമ്മള് ശ്രേഷ്ഠമായ കാർത്തിക മാസം വളരെ ഉത്സവം പോലാണ് കഴിഞ്ഞു പോയത്. സത്യത്തിൽ മുൻവർഷങ്ങളെക്കാൾ വളരെ സന്തോഷം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓരോ ദിവസവും എല്ലാവരെയും വിളക്ക് കൊളുത്തി സ്ക്രീനിൽ കാണുമ്പോൾ അതുപോലെ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഓരോരുത്തര് അവരുടെ വീട്ടിൽ വിളക്കുരുക്കി വെക്കണേ എന്നുള്ളത്. നമ്മുടെ ക്ലാസ്സിൽ പ്രത്യേക ഒരു ഐശ്വര്യം ഉണ്ടായിരുന്നു. സ്ക്രീനിൽ കൂടെ എല്ലാ വിളക്കും ഒരുമിച്ച് കാണുമ്പോൾ എന്തൊരു ഐശ്വര്യം അറിയാം. വളരെ സന്തോഷമായിരുന്നു. അത് നേരിട്ട്, ശരിക്കും പറഞ്ഞാൽ നേരിട്ട് നമ്മള് വീട്ടിൽ ചെന്ന് പങ്കെടുക്കുന്ന മാതിരിയുള്ള ഫീലിങ്സ് എനിക്കുണ്ടായിരുന്നു. ജയപ്രകാശ് പ്രഭു എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഒരു ഞാനത് പ്രഭുവിനോട് കഴിഞ്ഞ ആഴ്ച പറയുകയും ചെയ്തു. നമ്മളൊരു ഭക്തിയുടെ ഒരു വേറൊരു തലത്തിലേക്ക് പ്രഭു കൊണ്ടുപോയി ഞാൻ പറഞ്ഞായിരുന്നു. റിയലി അതൊരു ഗ്രേസ്ഫുൾ മൊമെന്റ്. നമ്മളെല്ലാവരും ഒരുമിച്ച് അറിയാതെ എന്തൊക്കെയോ ക്ലാസ് എടുക്കാനും ഇതിനൊക്കെ മുമ്പോട്ട് വന്നല്ലോ. ഇപ്പൊ JP തന്നെ. അതെ, എനിക്ക് വളരെ സന്തോഷം. ഞാനത് സ്മിതമാതായി എടുത്ത് സംസാരിക്കുകയും ചെയ്തു. ജയപ്രകാശ് പ്രഭു വളരെ ആക്റ്റീവായിട്ട് പിന്നെ അറിയാം ഞാൻ വിളിക്കുന്നുണ്ടല്ലോ. അതിന് പിറകില് പ്രഭുവിന്റെ ഒരു നിർബന്ധമുണ്ട്. ക്ലാസ് ചെയ്യുന്നത് ക്ലാസ് നമ്മളെന്ത് തുടങ്ങിയിട്ട് പോലും ഇല്ല. വേണം, നന്നായി. ഞാൻ അങ്ങനെ ഒരാളാണ്. അതുപോലെ അതെ, അത് കഴിഞ്ഞിട്ട് തീരെ ബുദ്ധിമുട്ട്. ഇപ്പൊ ഇത് എന്തായാലും എന്തെങ്കിലും പറയും. അതുപോലെ അത് കഴിഞ്ഞിട്ട് ശില്പമാതാജി വിളിച്ചിരുന്നു. അപ്പം മാതാജിയും ഇതേ അഭിപ്രായമാണ് പറഞ്ഞത്. മാതാജിയും പറഞ്ഞു എല്ലാവരും നല്ലോണം ഇൻവോൾവ് ചെയ്ത് അവരെല്ലാം കാര്യങ്ങള് എന്തെങ്കിലും എന്നുള്ള രീതിയല്ല, കാര്യമായിട്ട് നോക്കിയിട്ടാണ് വരുന്നത്. അപ്പൊ ആ ഒരു ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ 100% ഇൻവോൾവ്മെന്റ് ആണ്. കാര്യമായിട്ട് നോക്കിയിട്ട് വരിക. ചോദിക്കുമ്പോ എന്തെങ്കിലും പറയാം, അതല്ല, നല്ലൊരു ഇൻവോൾവ്മെന്റ്. വേറൊരു കാര്യം പറയണ്ടായിരുന്നു പ്രഭുവിന്റെ അടുത്ത്. ദാറ്റ് ഈസ് നമ്മള് ഇപ്പം മണിലാൽ പ്രഭു ഒരു ടോപ്പിക് എടുത്തിട്ട് തുടങ്ങുകയാണെങ്കിൽ അതേ ടോപ്പിക്കിലായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. എന്താണ് സ്മിത മാതാജി ഓൾസോ ദ സെയിം ടോപ്പിക്. എങ്ങനെയോ ഇറ്റ് കംസ് ലൈക്ക് ദാറ്റ്. സോ ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. ഭഗവാൻ തന്നെ ഞാൻ ക്ലാസ്സസ് എല്ലാം ക്ലാസ് എടുക്കാൻ പറ്റുന്ന ആളുകളാണ്. പിന്നെ ഞാൻ മണിലാൽ പ്രഭു പറയുന്ന കാരണം മാത്രമാണ് എടുക്കുന്നത്. അല്ലാതെ എടുക്കാൻ പറ്റുന്ന നാച്ചുറൽ ശില്പമാതാജി നേരത്തെ നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. മണിലാൽ പ്രഭു ഇല്ലാത്ത സമയത്തൊക്കെ എടുത്തിട്ടുണ്ട്. അതെല്ലാം പ്രഭുവിന്റെ mercy. He tells me, okay, മാതാജി you take class, I take class. അത്രേ ഉള്ളൂ. ഇതെല്ലാം ഗുരുവിന്റെയും ഭഗവാന്റെയും മേഴ്സിയാണ്. സ്റ്റാർ പിള്ളേരെല്ലാം പാടുന്നുണ്ട്. അതെ, കുഞ്ഞു കുട്ടികൾ പോലും പാടുന്നുണ്ട്. അതെ, കമലയാണെങ്കിലും സ്നേഹയാണെങ്കിലും ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. അവരെ ഒരു പബ്ലിക് സ്റ്റേജിൽ ആദ്യമായിട്ട് കയറിയിട്ടില്ല. പിന്നെ ദാമോദർദേശിന്റെ പ്രോഗ്രാമിലൊക്കെ പോകുന്നുണ്ട്. ഹാളിലും പങ്കെടുത്തിട്ടില്ലായിരുന്നു. അല്ലാതെ വീടുകളിലെ ഒരു മെയിൻ ആയിട്ടൊരു പ്രോഗ്രാം വന്നപ്പം അതിനകത്ത് വേറെ പല സംസാരങ്ങളും വന്നു. പക്ഷെ അത് മൈൻഡ് ചെയ്തില്ല. കാര്യം സുശീംപ്രഭുവിന് അറിയാം ഞാൻ ആ കാര്യങ്ങളോട് ശ്രദ്ധിക്കത്തില്ല എന്നുള്ളത്. ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യും. അത് പബ്ലിക്കായിട്ടൊരു പ്രോഗ്രാം വന്നു സദാനന്ദ പ്രഭുവിന്റെ വീട്ടിൽ വെച്ചിട്ട്, കീർത്തന പ്രോഗ്രാം. അപ്പൊ അതിന് ഞാൻ കുട്ടികളെ പ്രിഫർ ചെയ്തു. ഒന്നോ രണ്ടോ പേര് മതി സീനിയേഴ്സ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. നമ്മുടെ ടീമിൽ തീർച്ചയായിട്ടും ഇവരായിരിക്കും ലീഡ് ചെയ്തിരുന്നത്. അപ്പൊ ആഫ്റ്റർ എഫക്ട് പലതും കാണും. പക്ഷെ നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്, എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. അത് കറക്റ്റ് ആണ്, റൈറ്റ് വേ ആണെന്നുള്ളത് പിന്നീട് പലയിടത്തും ഭഗവാൻ നമുക്കത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ കുട്ടികള് ആദ്യമായിട്ടാണ് അങ്ങനെ വലിയൊരു പബ്ലിക്കിലായിട്ട് അന്ന് സ്റ്റേജിൽ കയറുന്നത്. അതുപോലെയാണ് ഈ അജുമാനി വന്നപ്പോഴും പലരും നെറ്റിൽ വിളിച്ചു എന്താ ഈ പ്രഭു ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ആർക്കും അറിയത്തില്ല ഈ കീർത്തന ആരാണ്, നന്ദന ആരാണെന്ന് ആർക്കും അറിയത്തില്ല. അപ്പം
നമ്മുടെ ഇങ്ങനെ നമുക്കറിയാം, നമുക്കൊരു കോൺഫിഡന്റ് ഉണ്ട്. അതിപ്പം ഇന്നല്ലേ നാളെ അത് ശരിയാവുന്ന ഒരു കോൺഫിഡന്റ് ഉണ്ട്. അത് ശരിയാവണം എന്നുണ്ടെങ്കിൽ സ്റ്റേജിൽ കയറിയെങ്കിലേ പറ്റത്തുള്ളൂ. അല്ല, ശരിയായിട്ട് സ്റ്റേജിൽ കയറാന്നുള്ളതല്ല, സ്റ്റേജിൽ കയറി കഴിഞ്ഞെങ്കിൽ മാത്രമേ ശരിയാവത്തുള്ളൂ. അപ്പൊ ആ ഒരു കോൺഫിഡന്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ റൈറ്റ് വേയിലാണ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരോടും നന്ദി. ആ രീതിയിൽ വന്നതിലും ഇനിയും ഉയരങ്ങളിലേക്ക് വരട്ടെ. ഹരേ കൃഷ്ണ. ആ സമയത്തൊക്കെ നമ്മള് ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നുള്ള ഓർമ്മയിൽ മാത്രമായി. ജയപ്രകാശ് പ്രഭു ശരിയല്ലേ? രാജീവ് പ്രഭു, നമ്മളൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ഓർമ്മയായിട്ട് മാറും. അതിനാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഞങ്ങള് ഇങ്ങനെയാണ് പ്രഭുവിന്റെ പോക്കെങ്കിൽ ഞങ്ങൾ പറയും, ഓക്കെ പണ്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത പ്രഭുവാണ്, ഇപ്പൊ എവിടെയാന്ന് നോക്കൂ എന്ന് പറയേണ്ടി വരും. ഹരേ കൃഷ്ണ, അങ്ങനെ ആവട്ടെ. തീർച്ചയായിട്ടും എല്ലാവരുടെയും പ്രാർത്ഥന പോലെ ഇരിക്കും എല്ലാ അനുഗ്രഹങ്ങളും. ആ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവട്ടെ, അതേ ഉള്ളൂ. ഹരേ കൃഷ്ണ. അപ്പം നമ്മള് വീണ്ടും എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ദാമോദർ ദേശിന്റെ ഏറ്റവും കൂടുതൽ ആരതി ചെയ്തതിൽ ഞാൻ 1008 നമ്പർ കൊടുത്തുള്ളൂ. ആക്ച്വലി 1100 ശിഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ അത് കണക്കുകളിൽ ഒരു അപ്രോക്സിമേറ്റ് കൂടുതൽ വേണ്ട, കുറഞ്ഞാലും ഒരു കള്ളം വേണ്ട, ഒരു അങ്ങനെ വരണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു അപ്രോക്സിമേറ്റ് കൗണ്ട് 1008 കൊടുത്തുള്ളൂ തലേ ദിവസം. ആക്ച്വലി 1100 ശിഷ്ടം ആരതി അല്ല, വിളക്ക്, അതാണ് അവർ പ്രിഫർ ചെയ്തത്. എത്ര ആരതി ചെയ്തു എന്നുള്ളതല്ല. ആരതി ചെയ്യുകയാണെങ്കിൽ കണക്കാണെങ്കിൽ ഏകദേശം 70 മേലെ ആരതി ചെയ്തിട്ടുണ്ട്. ഞാൻ കൊടുത്ത കണക്ക് 55 കൊടുത്തുള്ളൂ, ഒരു അപ്രോക്സിമേറ്റ് 55 കൊടുത്തുള്ളൂ. പക്ഷേ ഇതേപോലെ വിളക്കും അതേയാണ് 1008 എന്നുള്ള നമ്പറാണ് കൊടുത്തത്. അത് തന്നെ നമുക്ക് 3-ാം സ്ഥാനം, വിളക്ക് കാണിച്ചവരിൽ 3-ാം സ്ഥാനം നമുക്ക് വന്നു. നെയ്വിളക്ക് പ്രത്യേകം കൗണ്ടിങ് ഗുരുമഹാരാജനുണ്ടായിരുന്നു, അത് സമർപ്പിക്കണമെന്നുണ്ടായിരുന്നു. ഗുരുമഹാരാജിന് കൗണ്ടിങ് എല്ലാ ദിവസവും അവിടെ. കാര്യം ഈ ദാമോദര ആരതി 2007 തോന്നുന്നു, 2008 ഇത് നിർദ്ദേശിച്ചത്, ഇത് ചെയ്യണം എന്ന് നിർദ്ദേശിച്ചത് ഹിസ് ഹോളിനസ് ജയപതാക സ്വാമി ഗുരു മഹാരാജാണ്. അപ്പം മഹാരാജന്റെ അനുഗ്രഹത്തിലാണ് തുടങ്ങിയത്. ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ടീം, നരസിംഹപ്രഭുവിന്റെ ടീമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ടീം അപ്പം 24 ആരതിയാണ് അന്നുണ്ടായിരുന്നത് തുടങ്ങിയത്. അവിടുന്ന് പിന്നെ 70-71 വന്നു. അങ്ങനെ അത് എന്തായാലും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. ആദ്യത്തെ ദിവസങ്ങളിൽ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, ധൈര്യമുള്ള പ്രശാന്ത് പ്രഭുവും ശ്രീലക്ഷ്മിയും ആയിരുന്നു അല്ലേ? ജയപ്രകാശ് ഒക്കെ വീട്ടിൽ വരുമ്പം ഒരു കൊച്ചുകുട്ടി കൂടെ ഉണ്ടായിരുന്നില്ലേ, കൈ പിടിച്ചോണ്ട്. ഇരുന്ന് കഴിഞ്ഞ ബഹളമാണ്. ഞാൻ ഫ്ലാറ്റിൽ എത്തുന്നതിന് മുമ്പിട്ടേ ഞാൻ വാൺ ചെയ്യും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എവിടെയും പിടിക്കരുത്, അതൊന്നും എടുത്ത് നോക്കരുത്, നമ്മളൊരു ഗസ്റ്റാണ്, അതിന്റെ ഒരു മര്യാദ വേണം. ഈ കുട്ടി എത്ര പറഞ്ഞാലും കേൾക്കില്ല, ഭയങ്കര വിരുവിരിപ്പാണ്. അതെടുക്കുന്നു, ഇതെടുക്കുന്നു, അവിടെ പോയി ചാടിക്കേറുന്നു, സോഫയിൽ ചാടിക്കേറി നിൽക്കുന്നു. അപ്പൊ ഞാൻ പറയും, നമ്മൾ ചിലപ്പം പരിചയമില്ലാത്ത വീട്ടിലായിരിക്കും പോകുന്നത്, അവർക്കൊരു പക്ഷെ ഇങ്ങോട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഒന്നും ചെയ്യരുത്. ചില സമയത്ത് അച്ഛൻ പ്രശാന്ത് പ്രഭുവിന് പോലും എന്നോട് ഇച്ചിരി നീരസം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മളതൊന്നും കാര്യമാക്കത്തില്ല, നമ്മള് അച്ഛൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും. പക്ഷെ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ 2-3 വർഷം കൂടെ ഉണ്ടായിരുന്നു, എല്ലാ ദിവസവും കൂടെ ഉണ്ടായിരുന്നു, ഒരു തളർച്ചയില്ലായിരുന്നു. ഹരേ കൃഷ്ണ. എന്തായാലും അതിന്റെ ഗുണം ആ കുട്ടിക്കും ഉണ്ടായിട്ടുണ്ട്. നാട്ടിലാണ്, +2 ആണോ ഡിഗ്രിക്കാണോ ചേർന്നത്. എന്തായാലും 95% മാർക്ക് ഇപ്രാവശ്യം ഫൈനലിൽ ഉണ്ടായിരുന്നു. ഞാൻ അന്നേരം അദ്ദേഹത്തെ കണ്ടായിരുന്നു, പ്രശാന്ത് പ്രഭുവിനെ. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് സെക്കൻഡ് ചാപ്റ്ററിൽ ആരെങ്കിലും നോക്കിയിരുന്നോ? റിവ്യൂ നോക്കിയിരുന്നു? 1-2 പേര് ബാലൻസ് പറയാനുണ്ട്. ജയപ്രകാശ് പ്രഭു ചിരിക്കുന്നു. ജയപ്രകാശ് പ്രഭു പറഞ്ഞു തോന്നുന്നു, രാജീവ് പ്രഭു പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു, രാജീവ് പ്രഭു പറഞ്ഞില്ലെന്നാ തോന്നുന്നത്. ചേച്ചി, ചേട്ടനെവിടെ? ഹരേ കൃഷ്ണ. ചേട്ടൻ ഒരു യോഗ ചെയ്യുന്നുണ്ട്, അതിലാണ്. ഓക്കെ, വെരി ഗുഡ്.
യൗവനം, എല്ലാരും യൗവനത്തിലോട്ട് പോകാൻ ശ്രമിക്കുക. കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായി. ഓക്കെ, നന്നായി. അപ്പം രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ 1-2 ചോദ്യങ്ങൾ പറഞ്ഞത്, പിന്നെ ഏത് ശ്ലോകമാണ് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഏത് സെന്റൻസ് ആണ് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ എന്താണ് തോന്നുന്നത് രണ്ടാമത്തെ അധ്യായം വായിച്ചിട്ട്, ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഒരു റിവ്യൂ, എന്നാലേ ഇനിയിപ്പം പഴയത് മറക്കാതെ ഒരു കണ്ടിന്യൂഷൻ പറയണമെങ്കിൽ ഇന്ന് നമുക്കൊരു ചർച്ച ഉണ്ടാവണം. അതുപോലെ തന്നെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ഒരു ഇൻട്രഡക്ഷനും ഉണ്ടാവണം. ഹരേ കൃഷ്ണ. സുശീം പ്രഭു പറഞ്ഞിരുന്നോ കഴിഞ്ഞ ആഴ്ച? അതായത് കഴിഞ്ഞ ആഴ്ച ഉദ്ദേശിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്ററിലെ എന്താ പറഞ്ഞിരുന്നോ? ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പകുതി അതിന്റെ ഒരു സെഗ്മെന്റേ പറഞ്ഞോളൂ. അപ്പൊ രണ്ടാം സെഗ്മെന്റ് ഉണ്ടെന്ന് അർത്ഥം. അടുത്ത സെഗ്മെന്റ് ഉണ്ട്. ആദ്യത്തെ അല്ലല്ല, പറയാനായിട്ട് ഞാൻ ഒന്നും പ്രിപ്പയർഡ് അല്ല. കുഴക്കമില്ല നമ്മള്. ഞാനാ നമ്മള് പ്രിപ്പയർ ചെയ്യാതെ എനിക്കൊന്നും പറയാൻ പറ്റൂല. അപ്പൊ അടുത്ത ആഴ്ച ഉണ്ടാവും. അടുത്ത ആഴ്ച കുഴപ്പമില്ല. അടുത്ത ആഴ്ച ഞാൻ കുറച്ച് തിരക്കുണ്ട്. ഞാൻ വരുന്നതിന്റെ കുറച്ച് പരിപാടി ഉണ്ട്. നമ്മളെ വസ്തുവിന്റെ എഴുത്തൊക്കെ ഉണ്ട് വർക്കലത്തെ. ഞാൻ അതിന്റെ പ്ലാൻ ഇപ്പൊ അയച്ചുകൊണ്ടിരിക്കുകയാണ് പ്രഭുവിന്. അത് കുറച്ച് ഇതാണ്, കുറച്ച് ഇതൊക്കെ ഉണ്ട്, ലാൻഡ് ലൊക്കേഷൻ, അതിന്റെ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ അതുമായിട്ടൊക്കെ കുറച്ച് തിരക്കുണ്ട്. അത് മാത്രമല്ല, നമ്മൾ വരുന്നതിന്റെ കുറച്ച് വേറെ പരിപാടി. അതുകൊണ്ട് ദുബായ് വന്നിട്ട് ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ, ശില്പമാതാജി സെക്കൻഡ് ചാപ്റ്റർ നോക്കിയിരുന്നു? ജെപി ശരിക്കും പ്രിപ്പയർ ചെയ്ത് ഫുൾ പറഞ്ഞില്ല അന്ന്. പ്രഭു, ഞാനായിരുന്നു ആദ്യം പറഞ്ഞതെന്ന്, ബിക്കോസ് എനിക്ക് പുറത്തു പോകണായിരുന്നു. സോ ഐ ടോക്ഡ് അബൌട്ട് ധ്യായത്തെ വിഷയം പുംസം സംഗ്രസ്തേഷുപജായത്തെ. ഞാൻ ഏതാണ്ട് അവസാനം വരെ കൊണ്ടുപോയെന്ന് തോന്നുന്നു. അപ്പം വീണ്ടും ചർച്ച ചെയ്ത അപ്പൊ വീണ്ടും ജയപ്രകാശ് പൂവിന്റെ അടുത്തോട്ട് വരികയാണ്. അമൃതമാതാജി എന്ത് പറയുന്നു? ജയപ്രകാശ് പ്രഭു എപ്പോഴും ഓവർടേക്ക് സംസാരിക്കുന്നത് കൊണ്ട് അമൃതമാതാജിക്ക് സംസാരിക്കാനേ പറ്റും. എന്തോ ഞാൻ പറഞ്ഞു തന്നൊക്കെ പറഞ്ഞോളൂന്നാണോ? ഹരേ കൃഷ്ണ. മാതാജി പറഞ്ഞു കൊടുക്കുന്നതാണ് പ്രഭു പറയുന്നത്. സത്യം പറഞ്ഞാല് അമൃതമാതാജിയൊക്കെ മുന്നോട്ട് വരാൻ പറ്റും. കാര്യം ലെക്ചറിങ് കപ്പാസിറ്റി ഉണ്ട്, ഒന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്, ഒന്ന് വിചാരിച്ചാൽ മാത്രം മതി. ആ ഫ്ലാറ്റിൽ തന്നെ ഇരുന്നുകൊണ്ട് ചിൽഡ്രൻസ് ക്ലാസ് എടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഹരേ കൃഷ്ണ. അപ്പം എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഇന്ന് അതിന്റെ ഒരു അവലോകന യോഗമാണ്. ശരിക്കും അവലോകന യോഗമാണ്. യോഗത്തിന്റെ ഇനി അത് എന്നും അവലോകന യോഗം എന്ന് പറയാൻ പറ്റുമോ? അടുത്ത ആഴ്ച മുതൽ ഉണ്ടല്ലോ. അടുത്ത ആഴ്ച മുതൽ നമ്മൾ പുതിയ ചാപ്റ്ററിലോട്ട് പോകണ്ടേ? ആലോചിക്കാം. അതെ, സെക്കൻഡ് ചാപ്റ്ററിലാണ് ഭഗവാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അതെ, ഫസ്റ്റ് ചാപ്റ്ററിൽ തീരെ സംസാരിക്കണില്ല. അർജുനൻ പറയുന്നു, അല്ലെങ്കിൽ അർജുനൻ ഇസ് ഓർഡറിങ് ഹിം ടു ബി ലൈക്ക് എ ഡ്രൈവർ, ഇങ്ങനെ പോയി അവിടെ ഗോ ആൻഡ് സ്റ്റാൻഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ബാറ്റിൽ ഫീൽഡ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഐ തിങ്ക് നമ്മളും അതേപോലെയാണ്. ഭഗവാനോട് എപ്പോഴും നമ്മളാണ് തീരുമാനിക്കുക നമുക്ക് എന്താ വേണ്ടതെന്ന്. നമ്മൾ ഒരിക്കലും ഭഗവാനോട് ചോദിക്കണില്ല, ഭഗവാനെ എനിക്ക് എന്താണ് നല്ലത്, അത് ചോദിക്കണ്ടേ. അപ്പം ഇവിടെയും അർജുനൻ അത് തന്നെയാ ചെയ്യുന്നത്. എന്താണ്, ഹി ടെൽസ് ഹിം ടു ഗോ ആൻഡ് പ്ലേസ് ദ രഥം ഇൻ ദ മിഡിൽ ഓഫ് ദ ബാറ്റിൽ ഫീൽഡ്. അതേപോലെ എനിക്ക് തോന്നുന്ന ഭഗവാൻ ഒരു യുദ്ധഭൂമിയിലാണ് ഭഗവാൻ ഭഗവത്ഗീത പറയണത് തന്നെ. സോ ഭഗവാന് വേണമെങ്കിൽ ഒരു പ്രെയർ ഹാളിലോ അല്ലെങ്കിൽ ഒരു സത്സംഗിലോ അല്ലെങ്കിൽ ഒരു ഗുഹയിലോ ഒക്കെ ചെന്നിട്ട് പറയായിരുന്നു. പക്ഷെ നാളെ ഒരിക്കലും നമ്മൾ പറയും ദാറ്റ് ഭഗവാൻ അത് ഗുഹയിലാണ് പോയി പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ ലൈഫായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയാം. പക്ഷെ ഭഗവാൻ അത് കറക്റ്റ്ലി ഒരു ബാറ്റിൽ ഫീൽഡില് യുദ്ധം നടക്കുന്ന സ്ഥലത്ത്, ബഹളമുള്ള സ്ഥലത്ത്
എന്താണ് ശംഖിന്റെ നാദം കേൾക്കുന്ന സ്ഥലത്ത് സ്വാഡ്സിന്റെ ഇടയിൽ ആണ് ഇത് പറയുന്നത്. സോ ഇത് തന്നെയാണ് നമ്മുടെയും ജീവിതം ശരിക്കും പറഞ്ഞ. സോ ലോട്ട് ടു ലേൺ ഫ്രം ദാറ്റ് ബേസിക്കലി. ഹരേ കൃഷ്ണ. വേറെ തരത്തിൽ പറഞ്ഞാൽ DPEP ആയിരുന്നു. DPEP എന്ന് പറഞ്ഞാൽ എന്റെ ഫുൾ ഫോം വൃത്തിയായിട്ട് അറിയത്തില്ല. കാര്യം ഒരു എഡ്യൂക്കേഷൻ, മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം നാട്ടിൽ കൊണ്ടുവന്നില്ലേ? അതായത് കുട്ടികളെ പ്രാക്ടിക്കലായിട്ട് ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ക്ലാസ് എടുക്കുക. ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് അപ്പം പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു ഭഗവാൻ ചെയ്തത്. കൃഷ്ണൻ കൃത്യമായിട്ട് പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ, അതാണ് നമ്മുടെ ജീവിതത്തിലും വേണ്ടത്. വെറുതെ ഇപ്പം പഠിക്കുന്ന കുട്ടികളാണെങ്കിലും വെറുതെ പുസ്തകപ്പുഴു അല്ല വേണ്ടത്, പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിക്കണം. എന്താണ് അത് നമുക്ക് കൂടുതൽ സ്ട്രെങ്ത് കിട്ടും, ഒരു കോൺഫിഡൻറ്റ് കിട്ടും. മാത്രമല്ല നമ്മൾ എന്താണ് പഠിക്കുന്നത്, എന്താണ് എഴുതുന്നതിനുള്ള ആ ഒരു വാല്യൂ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെയും അങ്ങനെയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്ററിൽ വേറൊരു മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അർജുനൻ ശരണാഗതി പ്രാപിച്ചതിന് ശേഷം മാത്രമാണ് ഭഗവാൻ പ്രതികരിച്ചു തുടങ്ങിയത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ അറിയേണ്ടത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കൈ തൊഴുത് വിളിക്കുന്നതിനേക്കാൾ രണ്ട് കൈയും പൊക്കി പറഞ്ഞ് ശരണാഗതി പ്രാപിച്ചെങ്കിൽ മാത്രമേ ഭഗവാൻ ഇടപെടൂ. അപ്പം നമ്മളൊന്നുമല്ല എന്ന തോന്നല്, ഞാൻ എന്ന അഹങ്കാരം അവിടെ ഇല്ലാതെ വരുമ്പോൾ മാത്രമേ ഭഗവാൻ അവിടെ ഇൻവോൾവ് ആവത്തുള്ളൂ. അത് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് കാണിച്ചു തന്നു. അർജുനൻ അവിടെ എല്ലാ അറിവുകളും പ്രകടിപ്പിച്ചു. കേൾക്കാനുള്ള ക്ഷമയും ഭഗവാൻ ഉണ്ടായിരുന്നു. അപ്പം രണ്ടാമത്തെ ക്വാളിറ്റി നമുക്കുണ്ടാവേണം. ഒരാൾ പറയുമ്പം അത് കേൾക്കാനുള്ള ക്ഷമ, അതിനനുസരിച്ച് കൃത്യമായി മറുപടി പറയാനുള്ള ധൈര്യം എല്ലാം ഉണ്ടാവണം. അത് ഭഗവാൻ കാണിച്ചു തന്നു. പിന്നെ പറഞ്ഞത് പ്രസാദം കൊണ്ട് മാത്രം, നിവേദ്യം കൊണ്ട് മാത്രമേ നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ ദയ ഒരു വൈഷ്ണവന്റെ ഐഡന്റിറ്റിയാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നു. സ്കൂളിൽ പഠിക്കാൻ പോകുമ്പം ഒരു സ്റ്റുഡന്റിന്റെ ഐഡന്റിറ്റിയാണ് യൂണിഫോം, ഒരു ബാഡ്ജ്, ഇല്ലേ? അപ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റും ഇദ്ദേഹം, ഈ കുട്ടി സ്റ്റുഡന്റ് ആണ് എന്നുള്ളത്. അപ്പൊ യൂണിഫോമിനനുസരിച്ച്, ബാഡ്ജിനനുസരിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇന്ന സ്കൂളിലാണ് പഠിക്കുന്നത് എന്നുള്ളത്. ഇനി ആ കുട്ടി പഠിച്ചോ പഠിച്ചില്ലയോ അത് രണ്ടാമത്തെ കാര്യമാണ്. അതുപോലെ തന്നെ ഒരു വൈഷ്ണവന്റെ ആദ്യം ഉണ്ടായിരിക്കേണ്ട ഐഡന്റിറ്റിയാണ് ഈ ദയ എന്ന് പറയുന്നത്. ആ ദയ എന്ന് പറഞ്ഞത് പ്രാക്ടിക്കലി പിന്നീട് നമുക്ക് പ്രാക്ടിക്കലി നമ്മൾ എടുത്ത് നോക്കുന്നോ ഡീപ്പായിട്ട് നോക്കുന്നല്ല, പക്ഷെ ആ ദയയുടെ ഫ്രണ്ട് ഐഡന്റിറ്റിയാണ് ഒന്നിനെയും ഒരു ജീവജാലങ്ങളെയും ഉപദ്രവിക്കാതിരിക്കുക എന്ന്. അതൊരു ഐഡന്റിറ്റിയാണ്. ഒരു ജീവിയെയും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് ഒരു വൈഷ്ണവന്റെ ഐഡന്റിറ്റിയാണ്. പിന്നീട് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അവൻ എത്രത്തോളം സീനിയറോ ജൂനിയർ, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഒരു സ്കൂളിലെ കുട്ടി പഠിക്കുന്ന അത് അവന്റെ പ്രാക്ടീസിനനുസരിച്ചിരിക്കും. പക്ഷേ ഒരു ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ ഈ കണ്ടിമാല, ദയ, ഇതൊക്കെ ഒരു ഐഡന്റിറ്റിയാണ്. അപ്പൊ ആ ഐഡന്റിറ്റി ആദ്യം നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പതുക്കെ പതുക്കെ നമ്മൾ ശ്രമിക്കണം. അപ്പൊ ഇതൊക്കെയാണ് രണ്ടാമത്തെ അധ്യായത്തിൽ വരുന്നത്. രണ്ടാമത്തെ അധ്യായത്തിന്റെ കണ്ടിന്യൂഷനാണ്. ഒരുപാട് തത്വങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ആ ഭഗവത്ഗീതയുടെ എല്ലാ നെക്ടറും പറഞ്ഞു തന്നു. അപ്പം അടുത്ത മൂന്നാമത്തെ അധ്യായത്തിലോട്ട് കർമ്മയോഗത്തിലേക്ക് പോവുകയാണ്, അല്ലേ? എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പ്രഭു ഭഗവാൻ അല്ലാതെ വേറൊരു സത്യമില്ലെന്ന് പറയുന്നത്. അതെ, ഭഗവാൻ ഇല്ല എന്ന വേറൊരു സത്യവും പറയുന്നു. ഇതിന്റെ എല്ലാം ഇതിന്റെ എല്ലാം എക്സ്പാൻഷൻ ആണ് തുടർന്ന് വരുന്ന അധ്യായങ്ങള്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോയിട്ട് ഭഗവാൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ശ്ലോകങ്ങളാണ് 7, 8, 9, 10, 11. അതിൽ നമ്മൾ 7, 8, 9, 10 കവർ ചെയ്തു, അല്ലേ?
7, 8, 9, 10. 7, 8, 9, 4 ചാപ്റ്റർ നമ്മൾ കവർ ചെയ്തു. ഓവറോൾ ഒരുപാട് ചാപ്റ്റേഴ്സ് പെട്ടെന്ന് സ്പീഡിൽ കവർ ചെയ്യണം എന്നൊരു അഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ചെയ്യാം. കാരണം ഇതിപ്പോ നമ്മൾ 4 7, 8, 9, 10, 12 കവർ ചെയ്തു അല്ലേ? 12 കവർ ചെയ്തു. 12 സുഷിൻ പ്രഭു പറഞ്ഞല്ലേ നമ്മള് അതെ, പാരലായിട്ട് പോകണം. പോയത്. അപ്പം 5 ചാപ്റ്റർ നമ്മൾ കവർ ചെയ്തു. 5ഉം 2ഉം 7 ചാപ്റ്റർ നമ്മൾ കവർ ചെയ്തു. വളരെ സുഗമമായിട്ട്. സുഖം. നമ്മൾ നിസ്സാരമല്ല. ഭഗവാനെ ആദ്യം കണ്ടിട്ടാണ് 1ാമത്തെ ചാപ്റ്ററിലോട്ട് വന്നത്. രാജീവ് പ്രഭു ശരിയാ, 15 എടുത്തു. 15ഉം വന്നു. 15. അപ്പൊ 7, 8, 9, 10, 11, 12, 15. 6ഉം 2ഉം 8. ഏകദേശം 11 എടുത്തിട്ടില്ല പ്രഭു. അപ്പം 7, 8, 9, 10, 12, 15. അതെ, 6 ചാപ്റ്റർ. 6 + 2 8 ചാപ്റ്റർ. ഏകദേശം പകുതിയോളം നമ്മൾ എത്തി. 40% നമ്മൾ കഴിഞ്ഞു. അപ്പം ഇത് നിസ്സാര കാര്യമല്ല. സുഖമായിട്ട് നമ്മൾ എത്തി. ആദ്യം ഭഗവാനെ കണ്ടിട്ടാണ് നമ്മൾ എത്തിയത്. അപ്പം സാധാരണഗതിയിൽ എല്ലാവരും അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ പുതിയ ക്ലാസ്സുകളിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 7ാമത്തെ ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അറിഞ്ഞപ്പോൾ മനസ്സിലായി കാണും, 7 നമ്മൾ ഡയറക്റ്റ് 1ലോട്ടും 2ലോട്ടും വന്നു കഴിഞ്ഞാൽ അത്ര ഒരു പിടുത്തം വരത്തില്ല. 3 നമുക്ക് തുടങ്ങാമല്ലോ. ഇനി 3 നിസാരമായിട്ട് മുന്നോട്ട് പോകും. പ്രധാനപ്പെട്ട ചാപ്റ്റർ എല്ലാം കവർ ചെയ്ത് 3 വളരെ നിസാരമായിട്ട് മുന്നോട്ട് പോകും. 3 കർമ്മങ്ങളെ പറ്റി, ആ കർമ്മങ്ങൾ പറയുന്നത് ഈ ഭൗതിക ലോകത്തിൽ ഓരോരുത്തരും ഏതെങ്കിലും ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കർമ്മം ചെയ്യാതെ ഒരിക്കലും ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ കർമ്മം ചെയ്യുന്നതിന്റെ വാല്യൂ ആണ് പിന്നെ നമ്മൾ മെഷർ ചെയ്യേണ്ടത്. ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മാത്രമേ വാല്യൂ ഉണ്ടാവത്തുള്ളൂ. ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്താതെ ചെയ്യുന്ന ഒരു കർമ്മത്തിനും ഒരിക്കലും ഒരു തരത്തിലും വാല്യൂ ഉണ്ടാവുകയില്ല. അവിടെയാണ് കർമ്മത്തിന്റെ ഗ്രേഡ് നമ്മൾ തിരിക്കേണ്ടത്. പിന്നെ എന്നാൽ കർമ്മങ്ങൾക്ക് ഒരുവനെ ഈ ലോകവുമായി ബന്ധിപ്പിക്കുകയോ അതിൽ നിന്ന് വിമോചിപ്പിക്കുകയോ ചെയ്യാം. ഭഗവത് പ്രീതിക്കായി സ്വാർത്ഥമോഹങ്ങൾ കൂടാതെ കർമ്മം ചെയ്യുന്നത് കൊണ്ട് ഒരുവന് കർമ്മത്തിന്റെ നിയമത്തിൽ നിന്ന് പ്രവർത്തനവും പ്രതിപ്രവർത്തനത്തിൽ നിന്നും മുക്തനാവും. തന്നെ പറ്റിയും ഭഗവാനെ പറ്റിയുമുള്ള ആധ്യാത്മിക ജ്ഞാനം നേടുകയും ചെയ്യും. നേരത്തെ പല എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. 2ാമത്തെ ചാപ്റ്ററിന്റെ സമ്മറി ഒരിക്കലും ഞാൻ ഒന്ന് റിവ്യൂ പറഞ്ഞിരുന്നു. ഒരു ന്യായാധിപൻ എങ്ങനെയാണോ ഒരാൾക്ക് തൂക്കുകയറ് വിധിക്കുന്നത്, അദ്ദേഹത്തെ അതിന്റെ കർമ്മത്തിന്റെ കാർമിക് റിയാക്ഷൻ ഒന്നും ഏൽക്കുന്നില്ല. കാര്യം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്. അപ്പോ അദ്ദേഹത്തിന് അതിനെ പറ്റി ഭയക്കുന്നതുമില്ല. കാര്യം പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അതേസമയം പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി അല്ലാതെ പുറത്തു പോയിട്ട് എനിക്കൊരാളെ കൊല്ലാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെടുത്തുന്നില്ല. ഭരണഘടനയുമായിട്ട് ബന്ധപ്പെടാതെ എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ കർമ്മം ചെയ്തത്, അത് ഒരു കർമ്മമാണ്. ഞാൻ ഒരാളെ പോയി കൊന്നു, അത് എന്റെ കർമ്മമാണ് ഞാൻ ചെയ്തത് എന്ന് പറയുമ്പം അത് ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിന് ശിക്ഷയുണ്ട്. അതേസമയം ഭരണഘടനയ്ക്ക് അനുസരിച്ച് ഇരിക്കുന്ന ഒരു ന്യായാധിപൻ ഭരണഘടനാപരമായിട്ട് ഉള്ള മാനുവൽ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരാളെ ശിക്ഷയ്ക്ക് വിധിച്ചു തൂക്കേറ്റുമ്പോൾ ആ ന്യായാധിപന് ഒന്നും ബന്ധിക്കുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ഇതായിരിക്കണം. അവിടെയാണ് അർജുനൻ യുദ്ധം ചെയ്യുമ്പോൾ ഭഗവാൻ പറഞ്ഞത്, നീ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രജ, എന്നിട്ട് എന്റെ ഇൻസ്ട്രക്ഷൻ നീ ചെയ്യുക, നിനക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പം അതാണ് 3ാമത്തെ ചാപ്റ്ററിൽ വരുമ്പം ഇത്രയും കാര്യങ്ങളാണ് 3ാമത്തെ ചാപ്റ്ററിലോട്ട് വരുന്നത്. അപ്പം അവിടെ നമ്മുടെ ജീവിതത്തില് ലോകത്ത് 2 പേരാണ് സ്വതന്ത്രമായിട്ട് യാതൊരു ആലോചനയും ഇല്ലാതെ
അല്ലെങ്കിൽ യാതൊരു അനുവാദവുമില്ലാതെ സഞ്ചരിക്കുന്ന 2 കഥാപാത്രങ്ങളുണ്ട്. ഏതൊക്കെയാണ്? നാരദ മഹർഷി. ഓക്കെ. ഒന്ന് നാരദ മഹർഷി. ആ. ഓക്കെ. പിന്നെ നമ്മുടെ യാതൊരു അനുവാദവും വേണ്ട 2 കഥാപാത്രങ്ങൾ അറിയാതെ നമ്മളിൽ വരും, പോകും. ജയപ്രകാശ് ഏതാണ്ട് പറയാൻ വരുന്നുണ്ട്. ലോകം മുഴുവൻ അവൻ സഞ്ചരിക്കും. ലോകം മുഴുവൻ സഞ്ചരിക്കും. എന്താ ജയപ്രകാശ് പ്രഭു പറഞ്ഞത്? എന്താ പറഞ്ഞിരുന്നു? കേട്ടില്ല. 2 കഥാപാത്രങ്ങള് ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം സന്ധ്യാസമയത്ത് മഹാദേവരുടെ ഭൂതഗണങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത് പോലെ ആ ഭൂതഗണങ്ങളുടെ നോട്ടം എന്ന് പറഞ്ഞാല് ഒന്നേ ഉള്ളൂ. അവർ നോക്കുന്നത് എവിടെയൊക്കെ ഭഗവാന്റെ നാമമില്ലയോ, ഹരിനാമ കീർത്തനം എവിടെയില്ലയോ അവിടെ എല്ലാം നിങ്ങൾക്ക് കയറിയിരിക്കാമെന്ന് പറഞ്ഞു. അപ്പം അവിടുതുകൊണ്ടാണ് പണ്ടൊക്കെ രാമനാമം ജപിക്കുന്നത് സന്ധ്യാവേളകളിൽ. ഭൂതഗണങ്ങള് ദക്ഷയാഗം മുടക്കിയതുപോലെ, ദക്ഷയാഗം നമുക്ക് എല്ലാവർക്കും അറിയാം, ദക്ഷയാഗം എങ്ങനെ ഭൂതഗണങ്ങൾ മുടക്കിയെന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീടിനെ അതേപോലെ ആക്കിത്തരും. അതുകൊണ്ടാണ് കൃത്യമായിട്ട് സന്ധ്യാസമയത്ത് നാമജപം ആത്മീയ കാര്യങ്ങളല്ലാതെ വേറെ ഒരു കാര്യവും ചെയ്യാൻ പറ്റിയ മുഹൂർത്തങ്ങളല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ആ സന്ധ്യാവേളകളില് ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം. അത് തിഥിക്കാണോ അതിഥിക്കാണോ പറ്റിയത്? ശില്പമാതാജി എനിക്കറിയില്ല പ്രഭു, പക്ഷെ നാട്ടില് ഇങ്ങനെ പറയാറുണ്ട് നാമം ഹിരണ്യകശിപുവിന്റെ അമ്മയുടെ പേര് ഏതായിരുന്നു? ഓർമ്മയില്ല. തിഥിയാണോ? ജയപ്രകാശ് പ്രഭു ഒന്ന് റെഫർ ചെയ്താരെ. ദ മദർ ഓഫ് ഹിരണ്യകശിപു കീർത്തന അടിച്ചോളൂ. ദിതി. യെസ്, ദിതി അല്ലേ? ഡോക്ടർ ഓഫ് ദക്ഷ. ഹിരണ്യാക്ഷൻസ് മദർ അല്ലേ? കറക്റ്റ്. ഓക്കെ. അപ്പം ആ സംഗതികളൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ആ അസുരന്മാരുണ്ടായത്. അപ്പം ത്രിസന്ധികളിൽ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ബാക്കി ഒരു കാര്യം. അതുകൊണ്ടാണ് അവിടെ പ്രത്യേകം ശിവന്റെ ഭൂതഗണങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് ഏകാദശി നാളില് പാപപുരുഷൻ കയറിയിരിക്കുന്നത്. ആ പാപപുരുഷന്റെ വർണ്ണന വളരെ പാപപുരുഷൻ ഹരേ കൃഷ്ണ. ആമി ഹരേ കൃഷ്ണ. കുളിക്കാൻ താമസിച്ചു അല്ലേ? അല്ല, കരാട്ടയ്ക്ക്. ഓക്കെ. കരാട്ടയ്ക്ക് പോയിട്ട് വന്നിട്ട് കുളിക്കാൻ താമസിച്ചു അല്ലേ? അല്ല, വന്നതേ ഉള്ളൂ. ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പം പറഞ്ഞു വന്നത്, അതേപോലെ ഈ ത്രിസന്ധ്യാവേളകളിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞതുപോലെ ഏകാദശി നാളിൽ യാതൊരു തരത്തിലും ധാന്യങ്ങൾ കഴിക്കരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ ധാന്യങ്ങളിലും പയറ് അങ്ങനെയുള്ള ആ വർഗങ്ങളിലും പയറുവർഗങ്ങളിലും പാപപുരുഷൻ അടങ്ങിയിരിക്കും. ഈ പാപപുരുഷന്റെ ലക്ഷണം എന്ന് പറയുന്നത് ആ പാപപുരുഷനെ ഭഗവാൻ ഭൂമിയില് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിട്ട്
നേരായ രീതിയിൽ നടക്കാത്തവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് പാപപുരുഷനെയും ഭഗവാൻ സൃഷ്ടിച്ചു, അവരെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പാപപുരുഷന്റെ ലക്ഷണങ്ങള്, അതായത് ഏതൊക്കെ രീതിയിലാണ് പാപപുരുഷനെ ഉണ്ടാക്കിയിരിക്കുന്നത്? ബ്രാഹ്മണരെ കൊന്ന പാപത്തിന്റെ പ്രതിരൂപം കൊണ്ടാണ്, റെപ്രസെന്റ് ആണ് ആ പാപപുരുഷന്റെ തല. അതുപോലെ ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ആ ഒരു റെപ്രസെന്റ് ആണ് കണ്ണുകൾ. സ്വർണം മോഷ്ടിക്കുന്ന പാപത്തിൽ നിന്നുമാണ് വായ. ഗുരുപത്നിയുമായിട്ടുള്ള അവിഹിത ബന്ധത്തിന്റെ ഫലമായിട്ടാണ് ചെവികൾ ഉണ്ടാകുന്നത്. സ്വന്തം ഭാര്യയെ ഒരുവൻ കൊന്നതിന്റെ പാപമാണ് മൂക്ക്. പശുവിനെ കൊന്നതിന്റെ പാപമായിട്ടാണ് കൈകൾ ഉണ്ടായിരിക്കുന്നത്. മറ്റൊരുവന്റെ സമ്പാദ്യം അപഹരിക്കപ്പെടുന്നതിന്റെ പ്രതിരൂപമായിട്ടാണ് കഴുത്തുണ്ടായിരിക്കുന്നത്. ഗർഭം അലസിപ്പിച്ചതിന്റെ പ്രതിരൂപമായിട്ടാണ് നെഞ്ചുണ്ടാകുന്നത്. മറ്റൊരാളുടെ ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് കീഴ്നെഞ്ചുണ്ടായിരിക്കുന്നത്. ബന്ധുക്കളെ കൊന്ന പാപമാണ് വയർ. ആശ്രയിക്കാൻ വരുന്നവരെ കൊല്ലുന്നവന്റെ പ്രതിരൂപമാണ് നാഭി. അഹങ്കാരത്തിന്റെ ഭാഗമാണ് അരക്കെട്ട്. ഗുരുവിനെ കുറ്റപ്പെടുത്തുന്നതാണ് തുടകൾ. സ്വന്തം മകളെ മറ്റൊരാൾക്ക് വിൽക്കുന്നതാണ് ജനനേന്ദ്രിയങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഗൂഢമായ കാര്യങ്ങൾ പരസ്യപ്പെടുത്തുന്നതിനെയാണ് നിതംബം ഉണ്ടായിരിക്കുന്നത്. സ്വന്തം പിതാവിനെ കൊന്നതിന്റെ പാപമായിട്ടാണ് കാലുകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റുള്ള എല്ലാ പാപങ്ങളും ചെയ്തതിന്റെ ഫലമായിട്ടാണ് തലമുടി ഉണ്ടായിരിക്കുന്നത്. അത്രയും ബീഭത്സമാണ് പാപപുരുഷൻ. ഈ പാപപുരുഷൻ ഏകാദശി നാളില് ധാന്യത്തിൽ അടങ്ങിയിരിക്കുമ്പം നമ്മൾ കഴിച്ചാറുള്ള ഫലം ആലോചിച്ചു. ഇതാണ് വ്യത്യാസം. അപ്പം അത്രയും പാപങ്ങൾ ഒരു ദിവസം കൊണ്ട് നമ്മളിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ധാന്യങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഒരു ദിവസം ശീലപ്രഭുപാദരും, അപ്പം ഞാൻ കർമ്മയോഗത്തിന് എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അപ്പൊ ഈ ധാന്യം ഈ ഏകാദശി ദിനത്തിൽ മാത്രം പാപപുരുഷൻ ധാന്യത്തിൽ വരയ്ക്കാൻ കാരണം ഏകാദശി മാത്രം. അതായത് ഏകാദശി ദേവി ഭഗവാന്റെ തന്നെ ശരീരത്തിൽ നിന്നുണ്ടായതാണ് ഏകാദശി ദേവി. ഭഗവാന്റെ തന്നെ ശരീരത്തിൽ നിന്നുണ്ടാവുന്നതാണ് ഏകാദശി ദേവി. അപ്പം ഒരിക്കല് പാപപുരുഷന് ഇരിക്കാനുള്ള സ്ഥലം കിട്ടുന്നില്ല. പരീക്ഷിത് മഹാരാജുമായിട്ട്, അതായത് ഏകദേശം പരീക്ഷിത് മഹാരാജിന്റെ കാലഘട്ടത്തിലാണ് ഇതുണ്ടാകുന്നത്. ദ്വാപരയുഗം കഴിഞ്ഞു, കലിയുഗത്തിന്റെ ആരംഭമാണ്. പരീക്ഷിത് മഹാരാജാവാണ് രാജ്യം ഭരിക്കുന്നത്. സത്യയുഗം പോലെ ശ്രേഷ്ഠമാണ് പരീക്ഷിത് മഹാരാജാവിന്റെ കാലഘട്ടം. കലി പ്രവേശിച്ചു, അതായത് പാപപുരുഷൻ പ്രവേശിച്ചു. പക്ഷേ പാപപുരുഷന് ഇരിക്കാൻ സ്ഥലം കിട്ടുന്നില്ല. അപ്പം ആദ്യം കൊടുത്ത സ്ഥലങ്ങൾ ഇതൊക്കെയാണ്: മദ്യം, മാംസം, അവിഹിത ബന്ധം, മദ്യം, മാംസം, അവിഹിത ബന്ധം. ഈ മൂന്നിടത്താണ് ചൂതുകളി. ഈ നാലിടത്താണ് ഇരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഗാംബ്ലിംഗ്. ഈ നാലിടത്ത് ഇരിക്കാൻ പറഞ്ഞു. പാവപുരുഷൻ അവിടെ എല്ലാം കറങ്ങി നടന്നിട്ട് ഒരിടത്തും ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഒരു മിനിറ്റ്, ഏകാദശിയെ കുറിച്ച് നോക്കുകയാണ്.
പിന്നെയാണ് കനകം ഉള്ള സ്ഥലത്ത് കയറി അതെ ഇരുന്നോളാൻ അത് പറയുന്നത്. അതെ പരിഷത്ത് മഹാരാജാവിന്റെ അടുത്ത് പോകുമ്പം ഭഗവാൻ പറയും പരിഷത്ത് മഹാരാജാവിനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങ് അതെ ഞാൻ അങ്ങയുടെ എന്താ പറയുന്നത് രാജ്യത്തിലെ ഒരു പ്രജയാണ്, ഞാൻ അങ്ങയുടെ ഒരു പ്രജയാണ്, എന്നെ സംരക്ഷിക്കേണ്ട കടമ അല്ലെങ്കിൽ എന്റെ സൗകര്യങ്ങൾ നോക്കേണ്ട കടമ അങ്ങേക്കുണ്ട്. പരിഷത്ത് മഹാരാജാവ് നിഷേധിക്കുന്നില്ല, ശരിയാണെന്ന് പറയും. ഓക്കെ നോക്കാം, പക്ഷേ എനിക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ ഇതൊക്കെയാണ്, പക്ഷെ അങ്ങയുടെ ഭരണം സത്യയുഗം പോലെ ശ്രേഷ്ഠമായതുകൊണ്ട് ഇതൊന്നും എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല എന്ന് പറയും. അപ്പോഴാണ് പരിഷത്ത് മഹാരാജാവ് പറയുന്നത് അധികമായിട്ട് സ്വർണം ഇരിക്കുന്നിടത്ത് അങ്ങേക്ക് ഇരിക്കാമെന്ന് പറയും. അങ്ങനെ സ്വർണത്തിലിരിക്കും. അവിടെയാണ് പരിഷത്ത് മഹാരാജാവിനെ കിരീടത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ആകെ കലി ബാധിച്ചു, പാവപുരുഷം ബാധിച്ചപ്പോഴാണ് വേണ്ടാത്ത ബുദ്ധി തോന്നിയിട്ട് ശമീക മഹർഷി തപസ് ചെയ്ത ശമീക മഹർഷിയുടെ കഴുത്തില് പാമ്പിനെ കൊണ്ടിട്ടത്. കഥ അറിയാം, അതുകൊണ്ട് വിശദമായി പോകുന്നില്ല. അങ്ങനെ ശമീക മഹർഷിയുടെ മകൻ ശപിക്കുകയും 7 ദിവസത്തിനകം തീരുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും പാവപുരുഷന് സംതൃപ്തിയാവുന്നില്ല. അപ്പം ഈ കഥ പറയുന്നത് പിന്നീട് പാവപുരുഷന് ഇരിക്കാനുള്ള കഥ പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് നാരദ മഹർഷിക്ക് ആണ് പറഞ്ഞു കൊടുക്കുന്നത് തോന്നുന്നു. അല്ല, ജമിനി മഹർഷി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വ്യാസ മഹർഷിയുടെ ഒരു ശിഷ്യനാണ് ജമിനി മഹർഷി. ജമിനി മഹർഷി വ്യാസദേവനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഏകാദശിയെ പറ്റി മാഹാത്മ്യം പറഞ്ഞു കൊടുക്കും, ഏകാദശിയുടെ മാഹാത്മ്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഏകാദശി മാഹാത്മ്യം പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഈ പാവപുരുഷനെ പറ്റി വീണ്ടും വിശദമായിട്ട് സംസാരിക്കുന്നതും. അങ്ങനെ ഈ പാവപുരുഷൻ ഭഗവാനെ ചെന്ന് സമീപിക്കുകയും ഭഗവാൻ പറയും എന്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് ഏകാദശി ദേവി. അപ്പം ഏകാദശി ദിവസങ്ങളില് അങ്ങേക്ക് ഏകാദശി ദിവസം ധാന്യങ്ങളിൽ ഇരിക്കാമെന്ന് പറയുകയും ചെയ്യും. അപ്പോഴാണ് ഭക്തര് ചോദിക്കുന്നത് പോയതിനു ശേഷം അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണമല്ലേ? അപ്പോഴാണ് ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറയുന്നത് അന്നത്തെ ദിവസം നിങ്ങൾ അത് ഒഴിവാക്കാൻ പറയും. ജയപ്രകാശ് പ്രഭു ക്ലിയർ ആവുന്നോ? പറയും. ഒരു സംശയം ചോദിക്കട്ടെ, ഏകാദശിക്ക് ചാമാറേസ് ഉണ്ടോ? ഇതിനെപ്പറ്റി ഔദ്യോഗികമായിട്ട് ഇവിടെ സംബന്ധിച്ചിടത്തോളം ദാമോദരേശായിരുന്നു സർക്കുലർ ഇറക്കേണ്ടത്. ഈ വാർത്തകൾ ഞാൻ പലയിടത്തും വായിച്ചു. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അതെ, ദാമോദർ ദേശ് ഇതുവരെ ഔദ്യോഗികമായിട്ട് ഒരു സർക്കുലർ പബ്ലിഷ് ചെയ്തില്ല. അവരവരുടെ സാധനയ്ക്കനുസരിച്ച് അതങ്ങ് വിട്ടു. ഔദ്യോഗികമായിട്ട് സർക്കുലർ കൊടുത്തില്ല, ഒഴിവാക്കി. അതാ പറഞ്ഞത്, ഔദ്യോഗികമായിട്ട് ഒരു സർക്കുലർ കൊടുത്തില്ല. ആൾക്കാർ ഒഴിവാക്കി. പിന്നെ അത് ആക്ച്വലി ഏകാദശി ദിവസം ഭൂമിക്കടിയിൽ നിന്ന് വളർന്നു വരുന്ന ഒന്നും കഴിക്കാൻ പാടില്ല. അത് മരച്ചീനിയാണെങ്കിൽ പോലും പൊട്ടിമുളയ്ക്കുന്ന, ആക്ച്വലി അതാണ് ഏകാദശി, പൊട്ടിമുളയ്ക്കുന്ന ഒന്നും കഴിക്കാൻ പാടില്ല. പിന്നെ ചെറിയ ചെറിയ വിത്തുകളുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാൻ പാടില്ല. അപ്പൊ അതിൽ വഴുതനങ്ങ കഴിക്കാൻ പാടില്ല. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ റെസ്ട്രിക്ഷൻ എല്ലാം ലിബറേറ്റ് ചെയ്തത് കൊണ്ടാണ് പ്രഭുപാദര് ഇതെല്ലാം കുറച്ചിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ കഴിക്കാം. പിന്നെ റീസെന്റ് പല റിസർച്ച് ചെയ്തിട്ട് അതിനകത്ത് അവരുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ മറ്റുള്ളത് അടങ്ങാൻ കാരണമാകും എന്ന് വിചാരിച്ചിട്ടാണ്, ആ ഒരു കൺസെപ്റ്റിലാണ് ഇത് നിർത്തിയത്. മസാല വർഗ്ഗങ്ങൾ പോലും വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ കഴിക്കാം, പക്ഷെ പുറത്തുനിന്ന് വാങ്ങിക്കരുത്, അത് പൊടി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞതിന്റെ കാര്യം പല ഇൻഗ്രീഡിയൻസും വരും. പ്രഭുപാദരാണ് ആ സമയത്ത് അത് ഡിക്ലെയർ ചെയ്തത്. മുളയരി, പണ്ട് കാലത്ത് മുളയരി യൂസ് ചെയ്യുമായിരുന്നു, ധാന്യമല്ല, മുളയരി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഏകാദശി എന്ന് പറഞ്ഞാല് മുളയ്ക്കാത്ത ഒന്നും കഴിക്കാൻ പാടില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ലൈറ്റായിട്ട്
കഴിച്ചുകൊണ്ട് അത്യാവശ്യം പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് വയ്ക്കുക. പക്ഷേ ഇപ്പൊ വരുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഓഫീസിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷേ കഠിനമായ പ്രവൃത്തികളിൽ ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് ഒരുപക്ഷെ ആഹാരം കഴിക്കേണ്ടി വരും, മരുന്നുകൾ കഴിക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ കലിയുഗത്തില് പ്രാക്ടിക്കലായിട്ട് പ്രഭുപാദര് കൊണ്ടുവന്നു. നിങ്ങൾ ധാന്യങ്ങൾ ഒഴിവാക്കുക. അതിന്റെ കൺസെപ്റ്റ് ഇതാണ്. പ്രഭുപാദര് വെറുതെ എടുത്തതല്ല. ഏകാദശി ദിവസം ഭഗവാൻ തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ഏകാദശി ദിവസം ഒഴിവാക്കിയാൽ മതി, കഴിഞ്ഞു. ഈ രീതിയിലാണ് പറഞ്ഞത്. എന്റെ മൊബൈൽ ചാർജ് വെച്ചിട്ട്. അപ്പം ഹൈ പ്രോട്ടീൻ ആണ്, നല്ല ഫൈബ്രസ് ഫുഡാണ്. അതുകൊണ്ടാണ് അത് കട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. അങ്ങനെയും വരാം. പ്രോട്ടീൻസ് കൂടുതൽ, അതാണ് അതിന്റെ കാര്യം. പ്രോട്ടീൻസ് കൂടുതലുള്ള പല കാര്യങ്ങളും പലയിടത്തും അതാണ് സാധനയുടെ ഭാഗമായിട്ടാണത്. അത് അതെ, എക്സാക്ട്ലി. അങ്ങനെയുള്ള പല വിത്ത് വർഗ്ഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. ഡേ ടു ഡേ ലൈഫിൽ പോലും അങ്ങനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സാധനയുടെ ഭാഗമായിട്ടാണ്. പിന്നെ അവരവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഏജും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വേണം ആ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പം അതൊക്കെ അവിടെ നിൽക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഏകാദശി ഇങ്ങനെയാണ്. പൊട്ടിമുളയ്ക്കാത്ത ധാന്യങ്ങൾ ഒന്നും കഴിക്കാൻ പാടില്ല, പൊട്ടിമുളച്ചിട്ടുള്ള ഒന്നും കഴിക്കാൻ പാടില്ല. ഹരി ഭക്തി വിലാസ അതില് എഴുതിയിട്ടുണ്ട്, ബ്രഹ്മചാരി ഗൃഹസ്ഥോ വാനപ്രസ്ഥോ തവ യതി ഏകാദശ്യം ഹി ഭുഞ്ജനോ ഭുക്തേ ഗോമാംസം ഏവ ഹി. വെദർ a person is brahmachari, grahastha, vanaprastha, sannyasi or any other social order, if they eat food grains on Ekadashi, they acquire the same sin as received by eating cow's meat. Correct, സത്യം. അപ്പൊ ഇതൊക്കെയാണ്. അപ്പം അതാണ് ഏകാദശി. അപ്പൊ ഏകാദശി നാളില് ഇപ്പം ഏകാദശി ദിവസം കയറിയിരിക്കാൻ പറയുന്നു. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പം പാപപുരുഷനെ നമ്മൾ അറിഞ്ഞപ്പോ ഒരു മണി നമ്മൾ കഴിക്കുമ്പോഴത്തേന് ആ ഒരു മണിയിൽ എത്രയോ ബ്രാഹ്മണരെ ബ്രഹ്മഹത്യാ പാപമാണ് നമ്മൾ ആ ഒരു മണിയിലൂടെ ഏൽക്കുന്നത്. നമ്മൾ പറയും നമ്മളൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന്. അപ്പം അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും ഏകാദശിയുടെ ഗുണം കിട്ടും. അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും ഏകാദശി ദിവസം നമുക്കൊരു ഭക്ഷണവും കിട്ടിയില്ല, കാര്യം നിവർത്തിയില്ലായിരുന്നു. ഒരിടത്ത് പോയി ഭക്ഷണമൊന്നും കഴിക്കില്ല, കിട്ടാൻ പറ്റിയില്ല. നമ്മൾ അറിയാതെ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് അന്ന് വിശന്നിരുന്നു. പക്ഷെ അതും ഏകാദശിയായിട്ട് കണക്കാക്കും. എത്രയോ അസുരന്മാർക്ക് പോലും അങ്ങനെ ഏകാദശി അറിയാതെ നോക്കിയതിന്റെ എലവേഷൻ കിട്ടിയിരുന്നു, മുക്തി കിട്ടിയിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പം അറിയാതെ ഏകാദശി നോക്കാതെ വരുമ്പോഴും തീർച്ചയായിട്ടും അതിന്റെ പാപങ്ങൾ കിട്ടത്തില്ലേ? കിട്ടും. അതും കൂടെ നമ്മൾ നോക്കണം. അപ്പം ശരിക്കും പറഞ്ഞാൽ അപ്പൊ നമ്മള് ജീവിതത്തിൽ ഏകാദശി നോക്കേണ്ടത് വളരെ അത്യാവശ്യം. പിന്നെ ഇതിനെപ്പറ്റി അതിന്റെ ആ സീരിയസ്നെസ്സിനെ പറ്റി പ്രഭുപാദരുടെ ശിഷ്യൻ ജയപതാക സ്വാമി മഹാരാജാവ്, പിന്നെ ഒരു ശൂരിദാസ് പ്രഭു ആണെന്ന് തോന്നുന്നു. ഇദ്ദേഹം ഒരു ദിവസം ഏകാദശി ദിവസത്തിൻ്റെ അന്ന് ഈ ശൂരിദാസ് പ്രഭു ആണെന്ന് നോക്കട്ടെ, ഞാൻ എവിടെയോ എഴുതി വെച്ചിരുന്നു. അതെ, ഹരിശൂരിദാസ പ്രഭുപാദരുടെ ശിഷ്യനാണ് ഹരിശൂരിദാസ. അപ്പൊ ഹരിശൂരിദാസ പ്രഭുപാദർക്ക് കാല് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയായതുകൊണ്ട് ലേറ്റായിട്ടാണ് ഉച്ചയ്ക്കുള്ള പ്രസാദം കഴിക്കാൻ പോയത്. 2 മണിയൊക്കെ കഴിഞ്ഞു. അപ്പം ആ സമയത്ത് അവിടെ വെച്ച് ജയപതാക സ്വാമി മഹാരാജ് വളരെ ഉച്ചത്തിൽ ഷൗട്ട് ചെയ്തുകൊണ്ട് പറയുന്നു, കഴിക്കരുത്, പ്രസാദം കഴിക്കരുത് എന്ന് പറഞ്ഞു. വളരെ വിശന്നിട്ടാണ് ഈ ഹരിശൂരിദാസ ലേറ്റായിട്ട് വരുന്നത്. വളരെ വിശന്നിട്ട് വരികയാണ്. പെട്ടെന്ന് പറഞ്ഞു. ഇപ്പം ഹരിശൂരിദാസയ്ക്ക് ആദ്യം മാനസികമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്താണ് ഇത്രയും വിശന്നിട്ട് വരുമ്പം ഏകാദശി കൂടിയാണ്, എന്താണ് ജയപതാക സ്വാമി പറയുന്നത് എന്നുള്ള രീതിയിൽ മനസ്സുകൊണ്ട് ചോദിച്ചു. അപ്പം ജയപതാക സ്വാമി മഹാരാജ് പറഞ്ഞു, കുക്ക് അറിയാതെ ഈ നിവേദ്യത്തിൽ, ഈ പ്രസാദത്തില് ചിക്ക് പീസ് അറിയാതെ ഇട്ടിട്ടുണ്ട്.
അതുകൊണ്ട് കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇത് അറിഞ്ഞിട്ട് ഉടനെ ഈ ഇൻഫർമേഷൻ പ്രഭുപാദർക്ക് പോയി. പ്രഭുപാദർക്ക് പറഞ്ഞു, യു ആൾ പീപ്പിൾസ് ആർ നോൺസെൻസ് എന്ന് പറഞ്ഞു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു, യു ആൾ ആർ വെരി വെരി നോൺസെൻസ്. എന്നിട്ട് പ്രഭുപാദർ പറഞ്ഞു, അടുത്ത 3 ദിവസം ഫാസ്റ്റിംഗ് എടുക്കാൻ പറഞ്ഞു. അടുത്ത വരുന്ന 3 ദിവസം ഫുൾ ഫാസ്റ്റിംഗ് ആക്കാട്ടോ. ഇപ്പൊ എല്ലാവരും വിഷമിച്ച് നോക്കിയപ്പോൾ പ്രഭുപാദരൻ തണുത്തിട്ട് പറഞ്ഞു, നാളെ ദ്വാദശി ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത 2 ദിവസം ഏകാദശി നോക്കാൻ പറഞ്ഞു. അപ്പം ഏകാദശി എടുക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാല് ദ്വാദശി കഴിഞ്ഞിട്ട് ത്രയോദശിയിൽ ആ ഏകാദശി നമുക്ക് എടുക്കാം. അതേപോലെ നമുക്ക് എടുത്തിട്ട് പിറ്റേ ദിവസം പാരണ വീട്ടാം. ഏകാദശി എടുക്കാൻ മറന്നുപോയി സാഹചര്യമാണെങ്കിൽ ദ്വാദശി പാരണ വീട്ടേണ്ട ദിവസമാണ്, അത് കഴിഞ്ഞിട്ട് അതിലോട്ട് പോകാം, ത്രയോദശിയിൽ എടുക്കാം. അപ്പം ഞാൻ പറഞ്ഞത് 3-ാമത്തെ ചാപ്റ്ററിന്റെ ഇൻട്രഡക്ഷൻ തന്നെയാണ് ഇതും. കാര്യം കർമ്മങ്ങളാണ്. ഈ കർമ്മങ്ങളെല്ലാം ഭഗവാനെ ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പം ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്താതെ പോകുന്നതെല്ലാം കർമ്മങ്ങളല്ല. ആ കർമ്മം മൊത്തവും പാപമായിട്ട് മാറും. ഇപ്പം നേരത്തെ പറഞ്ഞ ഇത് പറഞ്ഞില്ലല്ലേ, 2 കഥാപാത്രങ്ങളല്ലേ, യൗവനവും ധനവും. ധനം, യൗവനം, ഈ 2 കാര്യങ്ങള് എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഒരാൾക്ക് സ്ഥിരമായിട്ട് ഒരിക്കലും യൗവന അവസ്ഥ ഉണ്ടാവില്ല, ഒരാൾക്ക് എപ്പോഴും സ്ഥിരമായിട്ട് ധനസ്ഥിതിയും ഒരേപോലെ നിൽക്കില്ല. ഈ 2 കാര്യങ്ങളാണ് ലോകം മൊത്തം ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്ക് 2 ഗസ്റ്റുകളും ഉണ്ടാവും. ഒന്ന് നമ്മുടെ ജീവൻ, 2 രോഗം. ഇത് 2ഉം ഗസ്റ്റുകളാണ്. നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന മാതിരിയിരിക്കും ഇവരുടെ പ്രതികരണങ്ങൾ. ഇതെല്ലാം നമ്മുടെ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കും. പ്രഭുപാദർ പറഞ്ഞതിന്റെ കൂട്ട് നേരത്തെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത മാതിരി നമ്മുടെ കർമ്മങ്ങളെല്ലാം, നമ്മുടെ കർമ്മങ്ങളുടെ ടേസ്റ്റ്, നമ്മുടെ കർമ്മങ്ങളുടെ വാലിഡിറ്റി എല്ലാം ബേസ് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ്. ഇതെല്ലാം ഒരു ചിട്ടപ്പെടുത്തിയ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ കർമ്മങ്ങളെല്ലാം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഹരേ കൃഷ്ണ. അപ്പൊ ഇതിലെന്തെങ്കിലും ഡൗട്ടുകൾ, സംശയങ്ങൾ ഉണ്ടോ? മൂന്നാമത്തെ അധ്യായത്തിന്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനായി കർമ്മയോഗം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ പറ്റി, ആ കർമ്മങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നനുസരിച്ച്, ആ കർമ്മങ്ങൾ ഏതിനെ ബേസ് ചെയ്യും എന്നതനുസരിച്ചിട്ട്, ആ കർമ്മങ്ങളിൽ പെടാവുന്ന ഗട്ടറുകൾ, കുഴികൾ, ഇതൊക്കെയാണ് പറഞ്ഞു വന്നത്. ഇത് ചിലതൊക്കെ കേൾക്കാൻ രസകരമായിരിക്കില്ല, ചിലത് കേൾക്കാൻ സുഖകരമായിരിക്കും. രണ്ടാണെങ്കിലും ഇതൊരു വാസ്തവമാണ്, സത്യമാണ്. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും അമ്മയുടെ പാല് മാത്രമായിരിക്കും ഇഷ്ടപ്പെടുന്നത്, വേറൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ അമ്മ വിചാരിക്കും പാല് മാത്രം കുടിച്ച് വളർത്തിയിട്ട് ഒരു കാര്യവുമില്ല. മാത്രമല്ല എന്നും പാല് കൊടുക്കാനും പറ്റത്തില്ല. അപ്പൊ അവനെ മറ്റു ദ്രവരൂപത്തിലും പിന്നീട് ഖരരൂപത്തിലുമുള്ള ആഹാരങ്ങൾ കൊടുത്ത് ശീലിപ്പിച്ചേ പറ്റത്തുള്ളൂ. അപ്പം അമ്മ കർക്കശ ബുദ്ധിയോടത് ചെയ്യും. അവൻ ഇഷ്ടപ്പെട്ടിട്ടാണോ? രാജീവ് പ്രഭു, അവൻ ഇഷ്ടപ്പെട്ടിട്ടാണോ? കുഞ്ഞിന് ഇഷ്ടപ്പെട്ടിട്ടാണോ? പാല് മാത്രം കൊടുത്തു വളർത്തിക്കൂടെ?
പാല് മാത്രം മതിയല്ലോ. ആ കുഞ്ഞിന് ഇഷ്ടം പാല് കുടിക്കാൻ മാത്രമാണ്. പക്ഷെ ആ അമ്മയ്ക്ക് അറിയാം ഇത് പോരാ എന്നുള്ളത്, ഇല്ലേ? അപ്പം അവൻ ഇഷ്ടമല്ലെങ്കിൽ കൂടി അവനെ ശീലിപ്പിച്ചെടുക്കും. ശീലിപ്പിച്ച്, അതെ, ആ ശീലത്തിന്റെ ഭാഗമായിട്ട് അവൻ വളർന്നു വരികയും അവൻ അതിനനുസരിച്ചിട്ട് പിന്നീട് വരികയും ചെയ്യും. ഇന്ന് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമായിരിക്കത്തില്ല ജീവിതത്തിൽ, പക്ഷെ നമുക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ പിന്നീട് സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെട്ടു വരും. അതാണ് രസം, അതിന്റെ ടേസ്റ്റാണ്. അപ്പം ജീവിതത്തിൽ അങ്ങനെ വരുമ്പോൾ മാത്രമേ, വെറും പാല് കുടിച്ച് ഒന്നും കഴിക്കാതെ വരുമ്പോൾ ആ കുട്ടി എങ്ങനെ ശോഷിക്കുന്നുവോ അതുപോലെ നമ്മളും ജീവിതത്തിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി കർമ്മം ചെയ്യാതെ വരുമ്പം നമ്മളും ശരിക്കും ശോഷിച്ചു പോകും. ശോഷിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഫാറ്റുകൾ കൂടി വരും, കൊഴുപ്പുകൾ കൂടി വരും. പക്ഷെ ആരോഗ്യമായിട്ട് നമ്മൾ ശോഷിക്കുകയായിരിക്കും. ശരിയല്ലേ പ്രഹ്ലാദൻ ചേട്ടാ? ആരോഗ്യപരമായിട്ട് ശോഷണമായിരിക്കും, പക്ഷെ നോക്കുമ്പോൾ ശരീരമൊക്കെ വണ്ണിച്ചിട്ട് വലിയ രൂപം വലുതായിട്ട് വരും, ആരോഗ്യം ശോഷിച്ചു വരും. ആരോഗ്യം ശോഷിച്ചു വരും. ഇത് ഒരു സത്യ അവസ്ഥയാണ്. ഇതിൽ നിന്നെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഭഗവാനുമായിട്ട്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആ ശ്ലോകം പ്രഭുപാദർ 2-3 ശ്ലോകങ്ങളാണ് എടുത്ത് പറയുന്നത്. ഒന്ന് മയത്യക്ഷേണ പ്രകൃതി സൂയദേശരാചരം ഹേതുനാനേന കൗന്ദയ ജഗത് വിപരിവർത്തത. പിന്നൊരു ശ്ലോകം എപ്പോഴും പറയുന്നത് യത് കരോഷി യതസ്നാസി യജുഘോഷി യഥാസി. പിന്നെ ഏറ്റവും കൂടുതൽ പ്രഭുപാദർ എടുത്ത് പറയുന്നത് ജന്മകർമ്മജമേ ദിവ്യം. എന്റെ ജന്മങ്ങളെ കുറിച്ചൊന്നും ആർക്കും അങ്ങനെ മനസ്സിലാവുകയില്ല. അത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മായ അപകൃത ചേതസാഹ, മായ കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ് അവർ. ആ മായയെ തരണം ചെയ്യണം നമ്മൾ. ആ മായയെ തരണം ചെയ്യുമ്പോഴാണ് ഇപ്പം നമ്മുടെ അറിവ് വിജ്ഞാനമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ മായയെ തരണം ചെയ്യണം. അറിവ് ഒരുപക്ഷെ മായയാൽ മൂടപ്പെട്ടിരിക്കും. അപ്പോഴാണ് നമ്മൾ അഹങ്കാരം, നമ്മൾ വലിയ പണ്ഡിതനാണ് എന്നൊക്കെ പറയുന്നത്. അത് മായയാൽ മൂടപ്പെട്ടത് കൊണ്ടാണ്. ദുർവാസാവ് മഹർഷിക്ക് പോലും, നാരദ മഹർഷിക്ക് പോലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ വലിയ ശ്രേഷ്ഠനാണ് എന്ന് വിചാരിച്ചിട്ട്. അതിന്റെ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്. ലോകത്ത് ഏറ്റവും വലിയ ഭക്തൻ ആരാണ് എന്ന് ഭഗവാനോട് നാരദ മഹർഷി ചോദിക്കുമ്പം, ഈ കഥ ആർക്കെങ്കിലും അറിയാമോ? അറിയാമെങ്കിൽ പറയണം. നാരദ മഹർഷി ഭഗവാനോട് ചോദിക്കുമ്പം ആക്ച്വലി നാരദ മഹർഷി ഉത്തരം കണ്ടുപിടിച്ചിട്ട് ആ ഉത്തരം പറയും എന്ന പ്രതീക്ഷയോടെയാണ് നാരദ മഹർഷി ഭഗവാനോട് ചോദിക്കുന്നത്. നോക്കണം, വിജ്ഞാനം വന്നില്ല, ജ്ഞാനം മാത്രമേ വന്നിട്ടുള്ളൂ. മായയാൽ നാരദ മഹർഷി ലോകം മുഴുവൻ സഞ്ചരിക്കാൻ പറ്റും, ഏറ്റവും ശ്രേഷ്ഠനായ ഭക്തനാണ്, എന്നിട്ടാണ് ഇത് സംഭവിച്ചത്. അപ്പം നാരദ മഹർഷിയോട് ഭഗവാൻ പറയും, അവിടെ ഒരു ചെരുപ്പ് കുത്തി ഇരിപ്പുണ്ട്, ആ ചെരുപ്പ് കുത്തിയാണ് എന്റെ ഏറ്റവും വലിയ ഭക്തൻ എന്ന് പറയും. നാരദ മഹർഷിക്ക് അന്തം വിടും. എന്റെ പേര് പറയും എന്നാണ് ഞാൻ വിചാരിച്ചത് നാരദ മഹർഷി. ഇതുപോലെയാണ് വില്യമംഗലത്തിന് അബദ്ധം പറ്റിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന പറഞ്ഞാല് ഭഗവത് കാര്യങ്ങളെല്ലാം റിപ്പീറ്റഡ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റും മാറ്റാൻ പറ്റത്തില്ല. 2, എപ്പോഴും പറയാൻ എപ്പോഴും നമ്മൾ ഇതിനെപ്പറ്റി ഓർമ്മിച്ചു കൊണ്ടേയിരിക്കണം. വില്ലുമംഗലം വിചാരിച്ചു ആ സമയത്ത് ഞാനാണ് ഏറ്റവും വലിയ ഭക്തൻ എന്നുള്ളത്. വില്ലുമംഗലം തന്നെ ഭഗവാനോട് ചോദിക്കുകയും ചെയ്യും ഇതേപോലെ. ഭഗവാൻ പറയും, വില്ലുമംഗലം, എനിക്ക് ഏറ്റവുമായിട്ട് ഇഷ്ടപ്പെട്ട ഭക്തൻ അത് കുറൂരമ്മയാണെന്ന് പറയും. വില്ലുമംഗലം അതിശയിച്ചു പോയി. വില്ലുമംഗലം കുറൂരമ്മയെ പരീക്ഷിക്കാനായിട്ട് വരും.
പരീക്ഷണം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, പിന്നീട് ഞാൻ നോക്കി പറയാം. ആ പരീക്ഷണത്തിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം. കുറൂരമ്മയുടെ കയ്യിൽ നിന്ന് യാചിക്കാൻ വരുന്നതാണ്. ഭക്ഷണം ചോദിക്കുമ്പം, അവിടുത്തെ ഭക്ഷണം കൊടുക്കുമ്പം കുറൂരമ്മയുടെ കയ്യിൽ നിന്ന് ഈ വില്വമംഗലം കൈകൊണ്ട് വാങ്ങിക്കത്തില്ല. പറയും, എനിക്ക് ലേശം അരി തരൂ, ഞാൻ പുറത്ത് വെച്ച് വേവിച്ച് കഴിച്ചോളാം എന്ന് പറയും. ഞാൻ അങ്ങനെ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാറില്ലെന്ന് പറയും. കുറൂരമ്മ കൊടുത്ത അരി മുറ്റത്ത് അടുപ്പ് കൂട്ടി തിളപ്പിച്ച് കഴിക്കുമ്പോൾ അത് അരി തിളയ്ക്കുന്ന എനിക്ക് വാർത്തയ്ക്ക് എനിക്ക് ഓർമ്മ വരുന്നില്ല, വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇതേപോലെ അവസാനം വില്വമംഗലം സറണ്ടർ ആയിട്ട് ഭഗവാന്റെ അടുത്ത് നിന്ന് പറയും, ഭഗവാനെ ക്ഷമിക്കണം, കുറൂരമ്മ തന്നെ ഏറ്റവും വലിയ ഭക്തി എന്ന് പറയും. അതുപോലെ നാരദ മഹർഷി വിചാരിച്ചു നാരദ മഹർഷിയാണ് ഏറ്റവും വലിയ ഭക്തൻ എന്നുള്ളത്. ആ ചെരുപ്പ് കുത്തിയെ കാണാൻ പോകും നാരദ മഹർഷി. ചെരുപ്പ് കുത്തിയെ കാണാൻ പോകുമ്പം ചെരുപ്പ് കുത്തിയെടുത്ത് നാരദ മഹർഷിയെ കാണുമ്പം ചെരുപ്പ് കുത്തി ഭയങ്കര ഭവ്യതയോടെ ആശ്ചര്യപൂർവ്വം എഴുന്നേറ്റിട്ട് നാരദ മഹർഷിയെ തൊഴുവും, പാദങ്ങളിൽ വണങ്ങും. നാരദ മഹർഷി എന്റെ മുന്നിൽ വന്നു, എത്രയും ശ്രേഷ്ഠനായിട്ടുള്ള മഹാമുനിയാണ്, ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ്. എന്നിട്ട് ചോദിക്കും, അങ്ങ് എവിടുന്നാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വൈകുണ്ഠത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറയും. വൈകുണ്ഠത്തിൽ നിന്ന് വരുന്നെന്ന് പറയുമ്പം ചെരുപ്പ് കുത്തിക്ക് ഭയങ്കര സന്തോഷം. എന്നിട്ട് പറയും, ഓ ഭഗവാനെ എപ്പോഴും അങ്ങേക്ക് കാണാൻ പറ്റുമല്ലോ, അങ്ങ് എത്ര ഭാഗ്യവാനാണ് എന്ന് പറയും. അപ്പം നാരദ മഹർഷിക്ക് വലിയൊരു പ്രൗഢായി ഇങ്ങനെയൊക്കെ പറയും. അപ്പം ചെരുപ്പൂത്തി ചോദിക്കും, ഇപ്പോൾ ഭഗവാൻ അവിടെ എന്താ എടുത്തോണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ നാരദ മഹർഷി ഒരു തമാശിക്കാൻ നോക്കും. പറയും, ഭഗവാൻ അവിടെ ഒരു സൂചി എടുത്തിട്ട് സൂചിയുടെ കുഴയ്ക്കിടയിൽ കൂടെ ഒരു ആനയെ കടത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആന സൂചിയുടെ കുഴിക്കകത്തൂടെ കടന്നുപോയി, പക്ഷെ വാല് കുടുങ്ങി കിടക്കുകയാണ്. ഓ അങ്ങനെയാണോ? അത് ഭഗവാൻ സാധിക്കും, ഭഗവാൻ അതൊക്കെ ചെയ്യും. നാരദ മഹർഷിക്ക് അതിശയം, എങ്ങനെ? അപ്പം ഇത് വിശ്വസിക്കുന്നു, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം ആ ചെരുപ്പൂത്തി പറഞ്ഞു, തീർച്ചയായിട്ടും ഭഗവാൻ അത് ചെയ്യാൻ സാധിക്കുന്നു. എങ്ങനെ? നാരദ മഹർഷി ചോദിച്ചു. നോക്കൂ, വലിയൊരു ആൽവൃക്ഷം, പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആൽവൃക്ഷത്തിന് അതിന്റെ വിത്തുകൾ വളരെ ചെറുതാണ്, ചെറിയ ചെറിയ വിത്തുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭഗവാന് സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന് സൂചിക്കുഴയിലൂടെ കേറാനും പറ്റും എന്ന് പറഞ്ഞു. അതില് ഒരു അഷ്ടകമുണ്ടല്ലോ, പടസ്യ പത്രസ്യ മുകുന്ദാഷ്ടകം. ആദ്യ ശ്ലോകം അറിയാൻ പറ്റുമോ ശില്പമാതാജി? പാലം മുകുന്ദം മനസാ സ്മരാമി. ഇല്ല പ്രഭു, എനിക്കറിയില്ല. ഘനശ്യാം ഓർമ്മയുണ്ടോ? കരാരവിന്ദേന. ഘനശ്യാം കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഘനശ്യാം കേൾക്കുന്നുണ്ടോ അവിടെ? പെട്ടെന്ന് ചോദിക്കുമ്പം ആ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വദസ്യ പത്രസ്യ പുതേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഒന്ന് ഈണത്തിൽ ചെല്ലാമോ? കരാരവിന്ദേന പദാരവിന്ദം. ഞാനിത് കേട്ടിട്ടില്ല പ്രഭു, ഞാനിപ്പോ ഐ ജസ്റ്റ് സെർച്ച്. ഓക്കെ, അതിന്റെ ഫുൾ അത് മുകുന്ദാഷ്ടകമോ? ബാലമുകുന്ദാഷ്ടകം. വില്വമംഗലം സ്വാമി അല്ലേ?
ബാലം മുകുന്ദം മനസാ സ്മരാമി. അതായത് ആലിലയിൽ വടസ്യ പത്രസ്യ, വടവൃക്ഷം, അരയാൽ മരത്തിന്റെ ആ ചെറിയ ഇലയില് പ്രളയത്തില് ഒരു ഉണ്ണികൃഷ്ണൻ ഭഗവാൻ ഇങ്ങനെ കളിച്ചു വരികയാണ്. അതിനെപ്പറ്റിയാണത്. ബാലം മുകുന്ദം മനസാ സ്മരാമി. ഈ അടുത്തിടയ്ക്ക് വായിക്കണോ? ആദ്യത്തെ 4 ശ്ലോകം. 4 ശ്ലോകം വായിച്ചു. കരരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ബാലം മുകുന്ദം മനസാ സ്മരാമി. ആ ഇലയിൽ അങ്ങനെ ആലിലയില് അതുകൊണ്ടാണ് ആലില കണ്ണൻ എന്ന് പേര് വന്നത്. ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ മാത്രമേ വായിക്കാവൂ എന്ന് പറയുന്നതിന്റെ മറ്റൊരു കാരണവും കൂടിയാണ്. വലിയ ഒരു പണ്ഡിത, ഒരു പ്രായം ചെന്നൊരു സ്ത്രീയാണ്. എനിക്ക് ആലപ്പുഴയും കണ്ടുള്ളതാണ്. മനോരമയിലാണോ കേരള കൗമുദിയിലാണോ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ ഒരു സങ്കല്പമാണ്, ആത്മീയതയെ പറ്റി എഴുതിയിരിക്കുന്നതാണ്. കൃഷ്ണൻ അങ്ങനെ ചെറുതാവാനൊന്നും പറ്റത്തില്ല. ഒരു ഇലയിൽ നമ്മുടെ മനസ്സിന്റെ സങ്കല്പം കൊണ്ട് എഴുതിയിരിക്കുന്നതാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവരെ പോലുള്ളവരാണ് ആത്മീയത നശിപ്പിക്കുന്നത്. ഭഗവാന് രൂപമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്കൊരു രൂപമില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം വികലാംഗനാണ്. ശരിയല്ലേ? കണ്ണില്ലെന്ന് പറഞ്ഞാൽ അന്ധയല്ലേ? ചെവിയില്ലെന്ന് പറഞ്ഞാൽ കേൾക്കാൻ പാടില്ല, ബധിരനല്ലേ? അപ്പൊ ഭഗവാൻ എന്താ വികലാംഗനാണോ? ഭഗവാൻ എല്ലാ അംഗങ്ങളും ഉണ്ട്, സച്ചിദാനന്ദ സ്വരൂപനാണ്. അപ്പൊ അതുകൊണ്ടാണ് പ്രഭുപാദര് പ്രത്യേകം പറയുന്നത്, ഇത്തരം റാസ്കൽസിന്റെ, ദേ ആർ ദ റാസ്കൽസ് എന്നാ ഭഗവാൻ പറഞ്ഞത്. അവരുടെ പുസ്തകങ്ങൾ വായിക്കരുതെന്ന് പ്രഭുപാദര് പറഞ്ഞു. അങ്ങനെയാണ് പ്രഭുപാദര് ഭഗവത്ഗീത യഥാരൂപം എന്ന പേരോടുകൂടി ഭഗവത്ഗീത തുടങ്ങിയത്, ട്രാൻസ്ലേഷൻ തുടങ്ങിയത്. വായിച്ച് മടുത്തിട്ട്. അങ്ങനെ ആ ഇലയിൽ ഇങ്ങനെ വരുമ്പം രംഗം വളരെ രസമാണ്. പ്രളയത്തിലാണ്. മാർക്കണ്ഡേയ മുനിക്ക് മരണമില്ല, അനുഗ്രഹം കിട്ടിയിരിക്കുകയാണ്. വർഷങ്ങളായിട്ടൊക്കെ, ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം എങ്ങനെങ്കിലും മരണം വരട്ടെ എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ പ്രളയം വന്നപ്പോഴത്തേന് ഇദ്ദേഹം ഒറ്റപ്പെട്ടു പോയി. അതിന് ഭയചകിതനായിട്ട് വരും. ഇങ്ങനെ ഇരിക്കുന്ന പ്രളയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ വെള്ളത്തില് ഇങ്ങനെ ആടി ഒരു ഇല വരുന്നു. ഇലയ്ക്ക് മുകളിൽ കൃഷ്ണൻ ഇങ്ങനെ വരുന്നു. മാർക്കണ്ഡേയ, നീ ഒറ്റയ്ക്കല്ല, ഞാനും കൂടെയുണ്ട് എന്ന് പറഞ്ഞു. ഒക്കെ രസമാണ്. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, അതേസമയം സംഭവിച്ചതാണ്, സത്യമാണ്. അതുകൊണ്ടാണ് ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം എന്ന് പറയുന്നത്. എല്ലാ കാരണങ്ങൾക്കും കാരണഭൂതനായ ഭഗവാനെ കൃഷ്ണ ഞാൻ നമിക്കും. ഏറ്റവും ചെറുതായി, അതുപോലെ വെറും ഉണ്ണിക്കണ്ണനായ വെറും ഒരു പിഞ്ചു ബാലന്റെ രൂപത്തിൽ യശോദാമ്മയുടെ അടുത്ത് വന്നിട്ട് എന്നെ കെട്ടിക്കോളൂ എന്ന് പറഞ്ഞു. നോക്കൂ, എത്ര അനുകമ്പയാണ്. ഇപ്പം എല്ലാത്തിനും ഭഗവാൻ കൂടെ നിൽക്കും. ഭഗവാൻ ആശ്രിത വത്സലനാണ്, അതുപോലെ തന്നെ ഭക്തദാസനുമാണ്. ഭഗവാന്റെ നമ്മുടെ ദാസനായിട്ടും ഭഗവാൻ മാറും. ദുർവാസാവ് മഹർഷി രുക്മിണി അമ്മയുടെ വിവാഹത്തിന് വിളിക്കുമ്പം ദുർവാസാവ് മഹർഷി ഡിമാൻഡ് ചെയ്തു, ഞാൻ വരണം എന്നുണ്ടെങ്കിൽ കുതിരകളെ മാറ്റിയിട്ട് കുതിരകളുടെ സ്ഥാനത്ത് നിങ്ങൾ രണ്ടുപേരും നിന്നുകൊണ്ട് എന്നെ വലിച്ചു കൊണ്ടുപോകണം, ഞാൻ രഥത്തിലിരിക്കുമെന്ന് പറഞ്ഞപ്പം കൃഷ്ണൻ ഞാൻ ഭഗവാനാണെന്നോ ഞാനാണ് നിന്നെ സൃഷ്ടിച്ചതെന്നോ ഒന്നും പറഞ്ഞില്ല. ചിരിച്ചുകൊണ്ട് രുക്മിണി അമ്മയെ കൂടെ ആ എന്താ പറയുന്നത്, ആ മുഖം എന്നല്ലേ പറയുന്നത് പ്രധാൻ ചേട്ടാ, ആ മുഖത്തിൽ നിർത്തിക്കൊണ്ട് രണ്ട് സൈഡും കെട്ടിയിട്ട് കുതിരകൾക്ക് പകരം ഒരു സൈഡിൽ രുക്മിണി അമ്മയും ഒരു സൈഡിൽ ഭഗവാനിൽ നിന്ന് ദുർവാസാവിനെ വലിച്ചു. കൃഷ്ണൻ ഭവ്യതയോടെ ചെയ്തു. രുക്മിണി അമ്മയ്ക്ക് ക്ഷീണിച്ചു, വിശർത്തു. സ്ത്രീയാണ്,
അത്രയും ബലമൊന്നുമില്ല. അവസാനം പറഞ്ഞു, കൃഷ്ണ എനിക്ക് വലിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞില്ല, ഞാൻ ക്ഷീണിച്ചു, എനിക്ക് ഇത്തിരി വെള്ളം കുടിക്കാൻ വേണമെന്ന് പറഞ്ഞു. അപ്പം ഭഗവാന്റെ കയ്യിലിരുന്ന വടി കൊണ്ട് ഒന്ന് തൊട്ടിട്ട് അവിടെ നല്ല ശുദ്ധജലം ഇങ്ങനെ ഒഴുകി വന്നു. ഇത് വൃന്ദാവനത്തിൽ വെച്ച് രാസനീയ സമയത്തും അതേപോലെ തീർത്ഥമുണ്ടായി, ഞാൻ പറഞ്ഞിരുന്നു. ഇതാണ് ഭഗവാൻ. ആ സമയത്ത് ഇഷ്ടം പോലെ കുളിർമയോടെ വെള്ളം കുടിച്ചപ്പം ദുർവാസ മഹർഷി ചോദിച്ചു, എന്റെ അടുത്ത് ചോദിച്ചിട്ടാണോ കൃഷ്ണ നീ രുക്മിണിക്ക് വെള്ളം കൊടുത്തതെന്ന് ചോദിച്ചു. എന്റെ അനുവാദം കൂടാണ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ഭൂമിയിൽ ഇനി ശുദ്ധമായ വെള്ളം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. എല്ലാ രസങ്ങളും നഷ്ടപ്പെടട്ടെ എന്ന് പറഞ്ഞു. കൃഷ്ണൻ അവിടെ വെച്ചിട്ട് ദുർവാസ മഹർഷി അന്ന് ആർജിച്ചെടുത്ത എല്ലാ തപശക്തികളും തിരിച്ചെടുത്തു. ഒരു സാധാരണ വെറും ഒരു വൃദ്ധനായിട്ട് മാറി. അവസാനം ഭഗവാന്റെ പാദങ്ങളിൽ അഭയം പ്രാപിച്ചു, ശരണാഗതി പ്രാപിച്ചു പറഞ്ഞു, തെറ്റുപറ്റിപ്പോയെന്ന്. നമ്മളും ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തിയോ ഭഗവാൻ ഇഷ്ടപ്പെടുന്നതോ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ അത് ഭഗവാൻ ഇഷ്ടപ്പെടുന്നതാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മാനുവൽ നമ്മൾ വായിച്ചിരിക്കണം. ഭഗവത്ഗീത നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഭാഗവതം നമ്മൾ വായിച്ചിരിക്കണം. ഇത് രണ്ടും നമ്മൾ അറിയാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ ജീവിതത്തിലെ തെറ്റുകളും ശരികളും നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരും. അത് റോഡിലൂടെ നമ്മൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ റോഡിലൂടെ പോകുമ്പോൾ, ഞാൻ നേരത്തെ എപ്പോഴും പറയാറുള്ളത് പോലെ, അത് വൺ വേ ആണോ ഡബിൾ വേ ആണോ, നമ്മൾ പോകുന്ന ഡയറക്ഷൻ ശരിയാണോ എന്നൊന്നും അറിയാതെ, സിഗ്നലും നോക്കാതെ, റഡാറും നോക്കാതെ, സ്പീഡ് ലിമിറ്റും നോക്കാതെ ആക്സിലറേറ്ററി ചവിട്ടിൽ പോകുമ്പോൾ വരുന്ന ഫൈനുകൾ ഒരുപക്ഷെ ആ ദിവസം ഉണ്ടായിരിക്കില്ല. ഒരുപക്ഷെ എല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്തിട്ട് സിസ്റ്റം ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഉടനെ വരും, ചിലപ്പം താമസിച്ചിട്ടേ വരത്തുള്ളൂ എന്ന് പറയുന്നത് പോലാണ്. ഇപ്പം അവിടെ നമുക്കിത് അറിയത്തില്ലായിരുന്നു എന്നൊന്നും പറയത്തില്ല. അപ്പൊ അവര് സിസ്റ്റത്തിൽ ക്യാമറയിൽ കാണിക്കും, ദേ നീ ഇന്ന ദിവസം ഇന്നടത്ത് പോയപ്പം ഈ ക്യാമറ ഇവിടെ നിന്നെ ഇവിടെ പിടിച്ചിട്ടുണ്ട് എന്ന് പറയും. ആരാ ഇത്? ഇത് നമ്മളെ പറ്റി ആര് പറയും? ചിത്രഗുപ്തൻ. ആരാ പറയുന്നത്? ഈ ട്രാഫിക് റൂൾ തെറ്റിച്ചിരിക്കുന്നത് ആരാ പറയുന്നത്? ചിത്രഗുപ്തൻ. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഇതൊരു വാസ്തവമാണ്. നമ്മുടെ അവസാന കാലം ഇതൊക്കെ തന്നെയാണ്. ഇതിന്റെയൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയേണ്ടി വരും. ചിലര് മരണശയ്യയിലിരിക്കുമ്പോൾ, ചിലര് മരണശയ്യയുടെ തൊട്ട് മുമ്പുള്ള സമയത്ത്, ചിലര് ജീവിതത്തിന്റെ കറണ്ട് ലൈഫിൽ തന്നെ, ചിലപ്പം ചിലര് ഇതെല്ലാം കഴിഞ്ഞിട്ട് സുഖമായിട്ട് പോയിട്ട് മേലിച്ചില്ല. അറിയത്തില്ല, നമുക്കറിയത്തില്ല അത് എപ്പോഴാണ് ചോദിക്കുന്നതും പറയുന്നതെന്നുള്ളത്. ഇതൊക്കെ സിസ്റ്റമാണ് ചെയ്യുന്നത്. നമ്മൾ പറയും, ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ഗവൺമെന്റിന്റെ എന്തെങ്കിലും പറയും, ഞാനല്ല, ഇത് സിസ്റ്റമാണ്, സിസ്റ്റം കാൽക്കുലേഷൻ. ഇപ്പൊ എല്ലാരും പറയുന്നൊരു വാക്കാണ് സിസ്റ്റം കാൽക്കുലേഷൻ. നമ്മളല്ല ചെയ്യുന്നതെന്ന് പറയും. ജയപ്രകാശ് പ്രഭു ശരിയല്ലേ? പക്ഷെ സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളാ. പക്ഷെ നമ്മൾ പരിചാരുന്നവരാണ് സിസ്റ്റം എന്ന് പറയും. എന്ന് പറയുന്നതിന് കൂട്ട് ഇതൊക്കെയാണ് മൂന്നാമത്തെ അധ്യായത്തിലേക്ക് തുടങ്ങുന്നതിന് മുമ്പിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഹരേ കൃഷ്ണ. നിവേദി എന്ത് പറയാനുണ്ട്? ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. പറയാനായിട്ട് നമ്മളിപ്പം നമ്മുടെ കർമ്മത്തിന്റെ ഫലം തന്നെ നമ്മൾ അനുഭവിക്കും. അതിനെ കുറിച്ചാണ് 3rd ചാപ്റ്റർ കർമ്മയോഗം. സോ ഒരു ചെറിയൊരു സ്റ്റോറി. ഭഗവാനും നാരദ മുനിയും കൂടെ ഭൂമിയിൽ കൂടെ ഇങ്ങനെ ചെക്കിങ് റുട്ടീൻ ആണ്. എല്ലാ പ്രാവശ്യവും എല്ലാരും എന്താ ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നു. ദാറ്റ് സെയിം ടൈം ഭഗവാന് വെള്ളം കുടിക്കണമെന്ന് തോന്നി. പെട്ടെന്ന് ഭഗവാൻ നാരദ മുനിയുടെ അടുത്ത് പറയും,
എനിക്ക് വെള്ളം വേണം, എനിക്ക് വെള്ളം എടുത്തോണ്ട് തരണം, എനിക്കിപ്പോ തന്നെ വേണമെന്ന് പറയും. നാരദമുനി ഒന്നും ലൈക് ഭഗവാന്റെ ഭക്തനാണ്, ഒന്നും നോക്കാതെ ഇപ്പൊ തന്നെ പോകാമെന്ന് പറഞ്ഞ് പോയി ഒരു വില്ലേജില്. ആ വില്ലേജിൽ ഇപ്പൊ എല്ലാം ഒരു വാതിലും മുട്ടും. അത് തുറക്കുന്നത് ഒരു സുന്ദരിയായ ഒരു സ്ത്രീയാണ്. നാരദമുനിക്ക് ഇഷ്ടപ്പെടും. നാരദമുനി ഫസ്റ്റ് തിങ് കല്യാണം കഴിക്കും, ഫുൾ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യും. സെവറൽ ഇയേഴ്സ് കഴിഞ്ഞ് വലിയൊരു ഫ്ലഡ് വരും ആ വില്ലേജില്. ഫ്ലഡ് വന്ന് നാരദമുനിയെ ഫ്ലോട്ട് ചെയ്ത് നേരെ ഭഗവാന്റെ കാലിലോട്ട്. ആഫ്റ്റർ ലൈക്ക് ലോട്ട് ഓഫ് ഇയേഴ്സ്, ലൈക്ക് ഐ തിങ്ക് എ യുഗ, ആൻഡ് ഇൻ ദാറ്റ് ടൈം ഭഗവാൻ പറയും, ഇതുവരെ എനിക്ക് വെള്ളം എടുത്തോണ്ട് തന്നില്ലേ, അതെന്താ ഇത്രയും നേരമായിട്ട് ഇത്? നാരദമുനിയും ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ട് ഇതായിപ്പോവും. ഫസ്റ്റ് തിങ്, ടൈം ഇസ് ഡിഫറെന്റ് ഫോർ ഭഗവാൻ. ടൈം ഇസ് ഡിഫറെന്റ്. നമുക്ക് എത്ര സ്ലോയിലാണോ ടൈം പോകുന്നത് അത്രയും ഫാസ്റ്റിലാണ് ഭഗവാന് ടൈം പോകുന്നത്. സെക്കൻഡ് തിങ്, നാരദമുനിയുടെ ആ സമയത്തെ സോൾ പർപ്പസ് വാസ് ടു ഫെച്ച് വാട്ടർ ഫോർ ഭഗവാൻ, ബട്ട് ഹി ഡിഡ്ന്റ് ഡു ദാറ്റ്. അതുകൊണ്ട് നാരദമുനി തിരിച്ച് ഭഗവാന്റെ കാലിൽ തന്നെ പറയും. അതാണ് നമ്മൾ എന്ത് ചെയ്താലും അറ്റ് ലാസ്റ്റ് ഭഗവാന്റെ കാലിൽ തന്നെ ആയിരിക്കും നമ്മളുടെ ലാസ്റ്റ് പൊസിഷൻ. ഹരേ കൃഷ്ണ. താങ്ക് യു നിവേദ്. വളരെ വലിയൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. തീർച്ചയായിട്ടും താങ്ക് യു. എന്തായാലും അതൊക്കെ ഇപ്പോഴേ അറിയാൻ ശ്രമിക്കുന്നുള്ളത്, ചിന്തിക്കാൻ ശ്രമിക്കുന്നതിൽ വളരെ സന്തോഷം. കീപ് ഇറ്റ് അപ്പ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പറയാം ഇതിനെക്കുറിച്ച്, ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട്. ഹരേ കൃഷ്ണ. പറയൂ ജയപ്രകാശ് പ്രഭു. ഒന്നുമില്ല എങ്കിലും ആക്ഷേപം തീരെയില്ല. പിന്നെ രാജീവ് പ്രഭു. ഒന്നുമില്ല, എന്തോ? അല്ല ഒന്നുമില്ല പ്രഭു. അമ്മയില്ലേ അവിടെ? ഉണ്ട്. അച്ഛനോ? അച്ഛനില്ല. അമ്മ എന്തെടുക്കും അവിടെ? അമ്മ കിച്ചണില്. ഹരേ കൃഷ്ണ. പിന്നെ ശുഭമാതാജി പറയൂ. ഒന്നുമില്ല പ്രഭു, എല്ലാം കേൾക്കുന്നുണ്ട്. രാജീവ് പ്രഭുവിനെ കോപ്പി ചെയ്യരുത് കേട്ടോ, അത് രാജീവ് പ്രഭുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അല്ല പ്രഭു, കേൾക്കണല്ലോ, കേട്ടാലല്ലേ നമുക്ക് നല്ലത് മനസ്സിലാവത്തുള്ളൂ. കേൾക്കലാണ് വലിയ എന്താന്ന് പറയാ, കേൾക്കലല്ലേ വലിയൊരു ഇത്. അതെനിക്കത് ശില്പമാതാജി പറഞ്ഞിട്ടുണ്ട്, കേൾക്കലാണ് വലിയ ശ്രവണം. ഓക്കെ. എന്തായാലും ഇതൊക്കെയാണ് കൂടുതൽ സത്യത്തില് എനിക്കും വളരെ നന്ദിയുണ്ട് ഭഗവാനോട്. ഇവിടെ വന്നതുകൊണ്ടാണ് ഇത് പഠിക്കാൻ പറ്റിയത്. അപ്പൊ ഏതെങ്കിലും കണക്കൂട്ടിലായിരിക്കും ഭഗവത്ഗീത പഠിക്കാൻ പറ്റുന്നത്. ഏതോ ഒരു നിമിഷത്തിൽ രാമകൃഷ്ണ പ്രഭുവിനെ, രാമനരസിംഹ പ്രഭുവിനെ കണ്ടുമുട്ടിയതും ഒക്കെ ഒരു നിമിത്തമാണ്. അതിനു മുന്നേ പ്രഭുവിന്റെ യു ബോൺ ഇൻ ഇലസ്ട്രിയസ് ഫാമിലി. അച്ഛൻ born, a blessed father, so definitely it's all Bhagwan's mercy. ഒപ്പം അച്ഛനെ മാത്രം ഞാൻ എൻ്റെ അപ്പൂപ്പനെ സ്മരിക്കുന്നു, അമ്മയുടെ അച്ഛനെ. അദ്ദേഹം ഭാഗവതവും രാമായണവും മാത്രം വായിച്ച് നടന്നിട്ടുള്ള ഒരാളായിരുന്നു. ഞാൻ കണ്ടിട്ട് എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാര്യം ഗുരുസ്വാമി ആയിരുന്നു. ഭഗവത് രാമായണം മാത്രം വായനയും കൃഷിയും കാര്യങ്ങളും മാത്രമായിട്ടായിരുന്നു. ആയിരിക്കാം ഇതൊക്കെ ഒരു നിമിത്തമായിരിക്കാം, അവരുടെയൊക്കെ അനുഗ്രഹം. തീർച്ചയായിട്ടും പൂർവികരുടെ അനുഗ്രഹം ഇല്ലാതെ ഒന്നും നമുക്ക് നമ്മളായിട്ടുള്ള നമ്മുടെ ഒരു കഴിവുകളും ഒന്നുമില്ല. തീർച്ചയായിട്ടും. അപ്പം വീണ്ടും ജയപ്രകാശ് പ്രഭു.
പ്രഹ്ലാദൻ ചേട്ടാ. ആക്ഷേപങ്ങളൊന്നുമില്ല. ആക്ഷേപിച്ചാൽ ശരിയാവത്തില്ലല്ലോ. നമ്മളിപ്പോ ആക്ഷേപിക്കാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സത്സംഗം തന്നെ നിന്നു പോകും. അതുകൊണ്ട് നമ്മൾ ആക്ഷേപിക്കുന്നില്ല. ഈ സത്സംഗത്തിന്റെ പ്രത്യേകതയാണ് ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും എന്നുള്ളത്. അഭിപ്രായങ്ങൾ പറയാം, പക്ഷെ ആക്ഷേപിക്കാൻ പാടില്ല. ഹരേ കൃഷ്ണ. ഓക്കെ, സുശീം പ്രഭുവിന് എന്തോ എൻഗേജ്മെന്റ് ഉണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. വിസ്മയ. ലൈൻ ക്ലിയർ അല്ല. ലൈൻ ക്ലിയർ അല്ലാതുണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെയാണ്. ഗീതാ ജയന്തി വരുന്നു. സൂക്ഷം പോലെ നമുക്ക് വർക്കിംഗ് ഡേ അല്ല, കഴിഞ്ഞ വർഷത്തെ പോലെ 25-ാം തീയതി വെള്ളിയാഴ്ചയാണ്. അപ്പം നമ്മൾ ദാമോദരാരതി ചെയ്തതുപോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആ ദിവസം നമുക്ക് ഭഗവത്ഗീത ചാൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ജ്ഞാനദാനം ശ്രീനാരായണ ഗുരു പറയുന്നിട്ടുണ്ട്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാൻ. ഈ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാൻ എന്ന് ശ്രീനാരായണ ഗുരു ആദ്യം ഉദ്ദേശിച്ചത് ആത്മീയ വിദ്യാഭ്യാസമാണ്. അതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. ആത്മീയതയിലൂടെയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്ര സുന്ദരമാണെന്നറിയാം. അത് വായിക്കണം ആദ്യം. ശ്രീകൃഷ്ണ ദർശനം, പിന്നെ അതുപോലെ ദർശനമാല, ആത്മാവിനെ കുറിച്ച് പറയുന്നത് ഒരുപാട് കൃതികളുണ്ട് ശ്രീനാരായണ ഗുരു അനുഭവിച്ചിട്ടുള്ളത്. പ്രത്യക്ഷത്തിൽ ഭഗവാനെ കണ്ടത്. അപ്പം ആത്മോപദേശ ശതകം അത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഉപനിഷത്തുക്കളും വേദാന്തങ്ങളും വേദവും എല്ലാം വരും അതിൽ. പക്ഷേ നിർഭാഗ്യവശാൽ ഒന്നുമില്ല, നമ്മൾ വായിക്കുന്നില്ല. ആകെ 2 ലൈൻ നമ്മൾ എല്ലായിടത്തും കാണും, ഒരു ജാതി ഒരു മതം ഒരു ദൈവം. അപ്പം അതുകൊണ്ട് ആത്മീയ ജ്ഞാനം അത്യാവശ്യമാണ്. അപ്പം ദാനത്തിൽ അന്നദാനത്തെക്കാൾ മഹത്തരമാണ് വിദ്യാദാനം, പ്രത്യേകിച്ച് ആത്മീയദാനം. നമുക്ക് കിട്ടുന്ന ഗീതാ ജയന്തി ദിവസം നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. ഇപ്പൊ ഇൻഡിവിജ്വലായിട്ട് എല്ലാവർക്കും വേണമെങ്കിൽ ക്ഷേത്രത്തിൽ അയക്കാൻ പറ്റും. അതില് ഉപരി അതിനെക്കാട്ടി നല്ലത് നമ്മളൊന്ന് കളക്ട് ചെയ്തിട്ട് ഒരുമിച്ച് അയക്കുമ്പം അതിൻ്റെതായ ഒരു ഗുണമുണ്ട്. അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഒരുമിച്ച് അയക്കുമ്പോൾ ഇന്നടത്ത് എന്നെ ഒരുമിച്ച് അയച്ചിട്ടുണ്ട്. അപ്പം ആ രീതിയിലൊന്ന് നോക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതൊക്കെയാണ് പിന്നീട് ഈ മെസ്സേജുകൾ ഉള്ളത്. അപ്പം ഞാനിപ്രാവശ്യം ഫോക്കസ് ചെയ്യുന്നത് 2 ഒന്ന് വൃന്ദാവനം. വൃന്ദാവനത്തിലെ 2-3 ഡിവോട്ടീസ് അവിടുത്തെ മെയിൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. കാര്യം വൃന്ദാവനത്തില് തീർത്ഥാടകരില്ല. അവിടെ ഇപ്പം കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് വിസിറ്റ് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഇൻവോൾവ്മെന്റ് തീർച്ചയായിട്ടും വൃന്ദാവനത്തിലും വേണം. 2 തിരുവനന്തപുരം ക്ഷേത്രം. ഈ 2 ഭാഗത്തേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആ കളക്ഷന്റെ അനുസരിച്ചിട്ട് അതൊരു ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഒന്ന് നോക്കുക, ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക. ആരെ കോർഡിനേഷൻ? ജയപ്രകാശ് പൂവിനെ തന്നെ കോർഡിനേറ്റ് ചെയ്യാൻ. ജയപ്രകാശ് പൂ വല്ലതും കേട്ടോ? പ്രഭുവിനെ തന്നെ കോർഡിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചെന്ന് പറഞ്ഞതാണ്. അതെ, കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മളോട്ട് പ്രഭുവിനെ വിളിച്ചാൽ മതി. ഓക്കെ, ഇതൊക്കെയാണ് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഭഗവത്ഗീത അത്യാവശ്യമായിട്ട് വായിക്കേണ്ട കാര്യമാണ്. അതെല്ലാവർക്കും നമുക്കറിയാം. അതിനെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇൻട്രഡക്ഷൻ തരുന്നില്ല. ഇത്രയൊക്കെയാണ് കാര്യങ്ങള്. ബാക്കി എന്താ പറയാനുള്ളത്? ഹരേ കൃഷ്ണ. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഭഗവാന്റെ കൃപയോടെ ഉണ്ടാകട്ടെ എന്ന് ആലോചിക്കുന്നു, സന്തോഷിക്കുന്നു. ശില്പമാതാജി, വേറെ രസമുണ്ട് കേട്ടോ. ഞാനൊന്ന് റെക്കോർഡിംഗ് നോക്കിയിട്ട്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാ സിന്ധൂഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അപ്പം ലാസ്റ്റിന്റെ വരികൾ വായിച്ചപ്പോഴാണ് എനിക്കൊന്ന് ഓർമ്മ വന്നത്. കാർത്യായനി മഹാമായി മഹായോഗിൻ നദീശ്വരി നന്ദദേവ
നന്ദഗോപസുതം ദേവി പരിതമ്മേ ഗുരുദേ നമഃ. പരിതമ്മേ ഗുരുദേ നമഃ. ഈ മാസത്തെ പ്രത്യേകത എന്താ? ഈ മാസത്തെ പ്രത്യേകത ഈ ഡിസംബർ മാർഗശീർഷ മാസമാണ്. അതുപോലെ തന്നെ കാർത്യായനി വ്രതം എടുക്കേണ്ട മാസമാണ്. കാർത്യായനി ദേവി ആരാ? ഒരു 5 മിനിറ്റും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണും. കാർത്യായനി ദേവി ആരാ? കാർത്യായനി ദേവി അൺമ്യൂട്ട് ആയിക്കോളൂ എല്ലാവരും. കാർത്യായനി ദേവി ദേവി ആരാണ്? പാർവതി ദേവി. ഓക്കെ, ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ദുർഗാദേവി. കാർത്യായനി ദേവി ദുർഗാദേവിയാണ്. നവദുർഗ എന്നറിയപ്പെടും. ചാമുണ്ഡി ദേവി, കന്യാകുമാരി ദേവി, ഇതെല്ലാം ആ നവദുർഗകളിൽ ആണ് അറിയപ്പെടുന്നത്. നവദുർഗകളിൽ പെടും. അപ്പം ഇതിനകത്ത് ആ കാർത്യായനി വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗാദേവി, അതായത് ഈ മാസം ആ വ്രതം ആചരിച്ചിട്ട് കാർത്യായനി ദേവിയോട് പ്രാർത്ഥിക്കുന്നതാണ്. കാർത്യായനി മഹാമായെ മഹായോഗിൻ പേപ്പർ പോയോ? മഹായോഗിൻ നദീശ്വരി. മഹായോഗിൻ നദീശ്വരി നന്ദഗോപസുതം ദേവി. ഏത് ഞങ്ങളുടെ ഭർത്താവ്, അതായത് കുമാരിമാര്, ഇത് വിവാഹപ്രായമെത്തിയ കുമാരിമാര്, പിന്നെ വിവാഹം താമസിക്കുന്ന പെൺകുട്ടികള്, ഇവരൊക്കെ ഈ കാർത്യായനി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് വിവാഹം കാര്യങ്ങൾ നടക്കും. ദുർഗാദേവിയെ എടുത്ത് രുക്മിണി അമ്മ പ്രാർത്ഥിക്കുന്നതാണ് ഭഗവാനെ ഭർത്താവായി കെട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഭഗവാൻ അത്രയും ശ്രേഷ്ഠനായ ഒരു വരനെ നമുക്ക് തരും ആ പെൺകുട്ടിക്ക്. കറക്റ്റാണ്. ഇപ്പൊ ആണുങ്ങൾ നമ്മളെന്നും ചൊല്ലുന്നു. എന്തുകൊണ്ട് ആണുങ്ങളെ ചൊല്ലുന്നത്? നമ്മളെല്ലാം സ്ത്രൈണതയിലാണ്. മറ്റൊരു തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പുരുഷഭാവം നിൽക്കുന്നത്. മാത്രമല്ല നമ്മുടെ എല്ലാം നാഥനായിട്ടാണ് ഭഗവാനെ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മളും അത് ശ്ലോകം ചൊല്ലുന്നത്. നമ്മുടെ നാഥനാണ് കൃഷ്ണ, നീയാണ് എൻ്റെ നാഥൻ, നീയാണ് ഈ പിന്നെ ഇപ്പം കല്യാണം കഴിച്ചവര്, വിവാഹം കുടുംബമായിട്ട് താമസിക്കുന്നവരെല്ലാം ഭഗവാനെ നാഥനായിട്ട് കാണും. അപ്പൊ ആ നാഥൻ, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഭർത്താവിനെ കുടുംബനാഥൻ എന്ന് പറയുന്നു. അപ്പം ഏറ്റവും വലിയ കുടുംബനാഥൻ ഭഗവാനാണ്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്നത്. അപ്പം കാർത്യായനി വ്രതം അനുഷ്ഠിക്കുന്ന കുമാരിമാർക്ക് വേഗം വിവാഹം നടക്കും. അതാണ് കാർത്യായനി വ്രതം. ഇത് കാർത്യായനി, ഈ മാർഗശീർഷ മാസം കാർത്യായനി വ്രത ആചരണ മാസമാണ്. ഡിസംബർ 1 മുതൽ ഡിസംബർ 30 വരെ. ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒക്കെ സംശയം ചോദിക്കുകയാണ് വിവാഹം താമസിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും നല്ല സുവർണ അവസരമാണ് അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ജയപ്രകാശ് പ്രഭു എന്തോ പറയുന്നു? സമയം ലേറ്റ് ആവുന്നാണോ പറഞ്ഞത്? അതോ എന്തോ കീർത്തന ഒരു സംശയം ചോദിച്ചാ പ്രഭു. എന്താണ് സംശയം? കേട്ടില്ല. അല്ലല്ല ചോദിച്ചു. എന്താ കാർത്യായനി വ്രതം ഒന്നുകൂടി മനസ്സിലായില്ല, ഒന്നുകൂടി പറയുന്ന പറഞ്ഞാൽ. ഓക്കെ. ദശമസ്കന്ധത്തില് ഞാൻ പിന്നെ മെസ്സേജ് ഇട്ടാണ്. ദശമസ്കന്ധത്തില് കാർത്തികേയ മാസത്തിലെ ശ്ലോകങ്ങൾ, ബന്ധപ്പെട്ട ശ്ലോകങ്ങളുണ്ട്. ഞാൻ ഇട്ടുതരാം. ദശമസ്കന്ധത്തിലാണത്. അപ്പൊ എത്ര ശ്ലോകം മുതൽ എത്ര ശ്ലോകം വരാൻ ഇട്ടുതരാം. ഓക്കെ. ഹരേ കൃഷ്ണ. സുശീം പ്രഭു, നമുക്ക് കൗണ്ട് ഡൗൺ ചെയ്യാം. സുശീം പ്രഭു ആകെ ക്ഷീണിച്ചു പോയി. പ്രഭു 8 മണിക്ക് കഴിയേണ്ടതാണ്. ഞാൻ ഇത്തിരി കൂടെ ഒന്ന് വലിച്ചു നീട്ടി കളഞ്ഞു. ഓക്കെ, പ്രഭു മ്യൂട്ടാണ്. ഞാന് സ്കെച്ച് ഒക്കെ വന്നതേ ഉള്ളൂ. ഞാൻ അതിന്റെ ലാൻഡിന്റെ കുറച്ച് ഇത് നോക്കിക്കൊണ്ട് നിൽക്കുക. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.